ഇവരാദ്യം ഭയങ്കര സ്നേഹവും ഇതൊക്കെ പറഞ്ഞു തുടങ്ങി അവരെ പിന്നെ പേടിപ്പിക്കാൻ തുടങ്ങി. ഇതിപ്പോ ഇവരായിട്ട് വ്യത്യാസമൊന്നുമില്ല, മുസ്ലിംസായിട്ട് വ്യത്യാസമൊന്നുമില്ല, സെയിം ഇത് തന്നെയാണല്ലേ. അപ്പത്തേക്കുമാണ് എനിക്ക് ഈ പെന്തക്കോസ്റ്റിലേക്ക് വിശ്വാസം കൂടി വന്നത്. കാരണം നമ്മൾ ഓക്കെയാണ്, നമുക്ക് വേറെ തെറ്റൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടി ശരി ഇവരാണ്. ഈ ഓക്കെ അന്ന് വരെ എനിക്ക് മർത്തോമയാണോ പെന്തക്കോസ് ആണെന്നുള്ളതായിരുന്നു ഒരു ഡൗട്ട്. അപ്പൊ ഈ ഹിന്ദുസിന്റെയും മുസ്ലിംസിന്റെയും അവര് കേട്ട് കഴിഞ്ഞപ്പം ഇത് ഓക്കെ, ഇത് നമ്മളൊരു ടീമാണ്, മർത്തോമ പെന്തക്കോസ് നമ്മളൊരു ടീം, അവര് സെക്കൻഡ് ടീം, അവര് തേർഡ് ടീം. അപ്പം അതും ശരിയായി കൂടെ. അവരുടെ വിശ്വാസത്തിന്റെ തീവ്രത വെച്ച് അളക്കുമ്പോഴത്തേക്കും ഒരറ്റത്ത് കാത്തലിക്സ് ആണ്, ഈ ഏറ്റവും എൻഡില് പെന്തക്കോസ് ആണ്. ആ പെന്തക്കോസ് കഴിഞ്ഞിട്ട് ഒരു പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് യഹോവ സാക്ഷിക്കാര്. അതെങ്ങനെയാണ്? ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ ശരിയാവുള്ളൂ. ഒന്നെങ്കിലും മർത്തമ ശരിയാവണം, അല്ലെങ്കിൽ അവര് ശരിയാവണം, അല്ലെങ്കിൽ പെന്തക്കോസാര് ചെയ്യണം. ഈ രണ്ട് ടൈപ്പ് പ്രവാചകന്മാരുണ്ട്. പ്രവാചകന്മാരും ഈ രോഗസൂക്ഷിക്കാരും എല്ലാവരും ഞാൻ അറിഞ്ഞ എല്ലാവരും വെച്ചിട്ട് രണ്ട് ടൈപ്പ് ടീമുകളുണ്ട്. അപ്പം ഞാൻ എന്റെ ഫസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് തുടങ്ങാം ഫാമിലിയുടെ. അപ്പൊ ഫാമിലി, എന്റെ ഫാദറും മദറും രണ്ടുപേരും പത്തനംതിട്ടയിൽ നിന്നാണ്. രണ്ടുപേരും മർത്തോമ ബാക്ക്ഗ്രൗണ്ടാണ്, രണ്ടുപേരും മർത്തോമ ഇതായിരുന്നു. പക്ഷേ അതായത് എന്റെ ഫാദറിന്റെ ഫാദർ ആണെങ്കിലും മർത്തോമയാണ്, അമ്മയുടെ ഫാദറും മദറും എല്ലാവരും മർത്തോമൈറ്റ്സ് ആണ്. പക്ഷെ പിന്നീട് ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഫാദർ ഓക്കെ അവര് മർത്തോമ ഫോളോ ചെയ്ത് പോയി. ഫാദറിന് ഒരു കുറച്ച് സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഉണ്ട്, അതുപോലെ അമ്മയ്ക്ക് രണ്ട് സിബ്ലിങ്സ് ഉണ്ട്. ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചതും അങ്ങോട്ട് മാറിയും എല്ലാം പെന്തിക്കോസുകാരായി. അപ്പം പിന്നെ വന്നത്തേക്കും എന്റെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മർത്തോമായിട്ട് ഫോളോ ചെയ്ത് വന്നത്. ബാക്കി എല്ലാവരും പെന്തിക്കോസിലെ ഓരോ ഡിഫറെന്റ് ചർച്ചസിൽ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഫാദറിന് ജോലി സംബന്ധമായിട്ടാണ് പിന്നെ നമ്മൾ എറണാകുളത്തേക്ക് വന്നത്. ഞാൻ ഇപ്പം എറണാകുളം ആണ് താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെ. അപ്പം എറണാകുളത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം പത്തനംതിട്ടയാണ്. ആ പത്തനംതിട്ടയുള്ള റിലേറ്റീവ്സ് എല്ലാവരും പെന്തക്കോസുകാരുമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഈ എറണാകുളത്ത് വന്നപ്പോഴത്തേക്ക് നമ്മള് ഫാദർ മർത്തോമ ആയതുകൊണ്ട് മർത്തോമ ചർച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് അവിടെ ഈ അപേക്ഷ കാര്യങ്ങളും ഇതൊക്കെ കൊടുക്കണം. നമ്മുടെ ഒറിജിൻ ഇടവക എവിടെയാണ്, അവിടുത്തെ അച്ഛന്റെ ലെറ്റർ, നമ്മൾ ബാപ്റ്റൈസ്ഡ് ആണെന്നുള്ള അതിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ കൊടുത്താലാണ് ഇവിടെ നമ്മുടെ ഈ ഇപ്പൊ താമസിക്കുന്ന മർത്തോമ ചർച്ച് ഇടവകയിലേക്ക് അവർ ജോയിൻ ചെയ്യത്തുള്ളൂ. അപ്പം ഇതിന്റെ ഒരു കുറേയുമായിട്ടൊരു ഡിലേ വന്നു. ഇത് എങ്ങനെയാ ഡിലേ വന്നു ഓർക്കുന്നില്ല. ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, 1ാം ക്ലാസ് ആ ടൈമിലൊക്കെ ആയിരുന്നു ഈ പ്രൊസീജിയറൊക്കെ നടക്കുന്നത്. അപ്പം അമ്മയ്ക്കും ഫാദറിനൊക്കെ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അവര് മർത്തോമ ചർച്ചിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, അവര് ഒറിജിനൽ ആയതുകൊണ്ട് അവരതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. അപ്പം നോക്കിയപ്പോഴത്തേക്കും പെന്തക്കോസ്റ്റ് ചർച്ചിൽ അങ്ങനത്തെ വേറെ ഇതൊന്നുമില്ല, ഏത് ചർച്ചുകളിലും നമുക്ക് എപ്പോഴും പോവാം, ജോയിൻ ചെയ്യാം, ഇത് ചെയ്യാം. അപ്പം നമ്മൾ ഒരു ഓപ്ഷനായിട്ട് അമ്മയുടെ നിർബന്ധപ്രകാരമാണ്. കാരണം ഫാദറിന് അത്ര പെന്തക്കോസായിട്ട് വലിയ അത്ര താല്പര്യമില്ല, പക്ഷെ ഓക്കെ അങ്ങനെ ഒരു ഇത് മാത്രം. അങ്ങനെ നിർബന്ധപ്രകാരം നമ്മൾ പെന്തക്കോസ്റ്റ് ചർച്ചിൽ പോയി തുടങ്ങി. ഇത് ഞാൻ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടക്കുന്ന സംഭവമാണ് കേട്ടോ. അത് നമ്മുടെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഒരു 4-5 കിലോമീറ്റർ നല്ല ദൂരമാണ്. അന്നൊക്കെ നമ്മൾ ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര ഒട്ടും ഇല്ലാത്തൊരവസ്ഥയ്ക്കായിരുന്നു. വണ്ടിയില്ല, ഒന്നുമില്ല, റെന്റിനാണ് താമസിക്കുന്നത്. അപ്പൊ ഈ 5 കിലോമീറ്ററൊക്കെ രാവിലെ ഫാദറിനൊരു സൈക്കിളുണ്ട്, സൈക്കിൾ ഒന്നെങ്കിൽ എന്നെ വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അമ്മയും ചേച്ചിയുണ്ട്, ചേച്ചിയും അമ്മയും നടന്നു വരും. തിരിച്ചു വരുമ്പം ഫാദർ ചേച്ചിയായിട്ട് സൈക്കിളിൽ പോകും, ഞാനും അമ്മയും നടന്നു വരും, അല്ലെ അമ്മ എന്നെ എടുത്തുകൊണ്ട് വരും. അങ്ങനെ നമ്മൾ പെന്തക്കോസ്റ്റ് ചർച്ചിൽ അന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ ഈ പറഞ്ഞ ഈ പെന്തക്കോസ്റ്റ് ചർച്ചിൽ പോയതിന്റെ എനിക്ക് വളരെ ചെറിയ മെമ്മറീസേ ഉള്ളൂ. കാരണം ആ ഒരു 1ാം ക്ലാസ്, 2ാം ക്ലാസ്, ഒരു 3ാം ക്ലാസ്, 4ാം ക്ലാസ് ആയപ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ മർത്തോമ ചർച്ചിൽ അവിടുത്തെ ഇത് അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടി. അഡ്മിഷൻ ആണോ പറയണമെന്ന് അറിയില്ല, ഇടവകയിൽ നിന്നൊക്കെ എല്ലാക്കി നമുക്ക് അവിടെ മെമ്പർഷിപ്പ് കിട്ടി. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് പെന്തക്കോസ് ഓർമ്മകളെന്ന് പറഞ്ഞാൽ വളരെ ഒന്നുമില്ല. എനിക്കറിയാം ആ ചർച്ചിൽ പോയതും അറിയാം, അവിടുത്തെ ആരാധനകളും കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ നമ്മൾ പിന്നീട് വീണ്ടും മർത്തോമ ചർച്ചിലേക്ക് വന്നു ഒരു 4ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക്. അതുവരെ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും പറ്റിയൊന്നും വലിയ പിടുത്തമല്ലോ ഒന്നുമില്ല, പ്രായം അങ്ങനെയാണല്ലോ. അപ്പൊ ഈ മർത്തോമ ചർച്ചിൽ ഒരു കാര്യം വന്നപ്പോഴത്തേക്കും ചോദിച്ചോട്ടെ, ആ ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 30 വയസ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ വീണ്ടും 4ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഈ മർത്തോമ ചർച്ചിലേക്ക് വന്ന് അപ്പത്തേക്ക് ഈ അമ്മ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഭയങ്കര ഭയങ്കര വിശ്വാസിയാണ്. അമ്മയ്ക്ക് ഈ തീവ്രത കൂടുതലുള്ള ഇവിടെ പോകണമെന്നാണ് അമ്മയുടെ എപ്പോഴും ആഗ്രഹം. മർത്തോമ ചർച്ചിൽ പോയാലും ഈ പാസ്റ്റർമാരായിട്ടും ഇതുവരെയായിട്ടും എല്ലാവരും കണക്ഷനും ഉണ്ടാവും നമ്മളെവിടെ പോയാലും. കാരണം നമ്മുടെ ഫാമിലി മൊത്തം പെന്തക്കോസ്റ്റുകാരാണ്.
അപ്പൊ അവരുടെ കൂടെ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ സൺഡേ ആണെങ്കിൽ മർത്തോമ ചർച്ചിൽ പോവുകയും ചെയ്യും. അപ്പൊ ഈ 4ാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, അപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഒക്കെ അങ്ങനെ തന്നെയാണ്, വേറെ ഇതൊന്നും ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഈ സൺഡേ സ്കൂളിന് പോകാൻ പറ്റില്ല, മർത്തോമ ചർച്ചിൽ അതിന് ശേഷം. അപ്പൊ സൺഡേ സ്കൂളിന് പോകാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നമ്മുടെ മർത്തോമ ചർച്ചിലേക്ക് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ വീട് കുറച്ച് അകത്താണ്. അപ്പൊ അവിടെ ബസ് റൂട്ട് കുറവാണ്, പിന്നെ അവിടുന്ന് കൊണ്ടുവിടാൻ വണ്ടികളില്ല, വീട്ടിലാണെങ്കിലും അങ്ങനെ വണ്ടിയൊന്നുമില്ല. അപ്പം ആ ഒരു സൺഡേ സ്കൂൾ ഓപ്ഷൻ എന്നുള്ളത് ഇങ്ങനെ മുടങ്ങി കിടന്നപ്പോഴത്തേക്കും എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല, 2 യഹോവ സാക്ഷിക്കാര്, ഒരു ഒരു ആന്റി, ഒരു അങ്കിൾ, അത് അവരെങ്ങനെ നമ്മുടെ അവരെ എനിക്ക് മേ ബി, പക്ഷെ ഈ യഹോവ സാക്ഷിക്കാർക്ക് ഇങ്ങനെ വീട് കയറിയിട്ടുള്ള ഇത് കുറവാണ്. ഇങ്ങനെ വീട് കയറി നമ്മൾ ഈ പെന്തക്കോസ്ത് അതുപോലെ ഈ സുവിശേഷം പ്രസംഗിക്കുക, അത് കുറവാണ് അവർക്ക്. അവരുടെ ചർച്ചിലെയും അങ്ങനത്തെ ചർച്ചിന്റെ ഉള്ള മെമ്പേഴ്സിന്റെ ഒക്കെ അടുത്തുള്ള സുവിശേഷം പറയലും ആരാധനയ്ക്കാണ് അവർ ഇത് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പെന്തക്കോസ് ചർച്ചിൽ പോയ സമയത്ത് എന്തോ കോണ്ടാക്ട് വഴി ഇവരായിട്ട് കണക്ട് ആയി അങ്ങനെ വന്നത്. കാരണം നമ്മുടെ വീട്ടിൽ മാത്രമേ ഇവരായിരുന്നുള്ളൂ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇഷ്ടംപോലെ വീടുണ്ട്, അവിടെ ഒന്നും പോവില്ല. ഇവർ നമ്മുടെ വീട്ടിലേക്ക് മാത്രമായിട്ട് ഈ ഒരു ആന്റി അങ്കിൾ വരുന്നു. ആ ടൈമിൽ ഒരു 50-55 ഏജ് ഒക്കെ ഉള്ള 2 ആന്റി അങ്കിളായിരുന്നു. അപ്പം നമുക്ക് ഈ സൺഡേ സ്കൂളാണല്ലോ, അപ്പം സൺഡേ സ്കൂളെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സൺഡേ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ വരും, എല്ലാ സൺഡേ വരും. എന്നിട്ട് നമ്മളെ ഓരോ കഥകൾ പഠിപ്പിക്കും ബൈബിളിലെ. പുതിയ നിയമമൊന്നുമില്ല കേട്ടോ, പുതിയ നിയമത്തിൽ ഒന്നുമില്ല, എല്ലാം പഴയ നിയമം. നമ്മുടെ ഉൽപ്പത്തി തുടങ്ങി മോശയുടെ കഥകള്, അഹരോന്റെ കഥകള്, പിന്നെ ദാവീദിന്റെ, അങ്ങനെ തുടങ്ങി മൊത്തം പഴയ നിയമത്തിലെ എല്ലാ കഥകളും നല്ലതായിട്ട് അവരുടെ ബുക്കൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ പ്രോപ്പർ ഒരു സൺഡേ സ്കൂളിൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതേപോലെ ചാപ്റ്റർ വൈസും, അത് കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തീരുമ്പോഴത്തേക്കും അതിന്റെ ക്വസ്റ്റ്യനുകളും അതിന്റെ ഇതും ക്വസ്റ്റ്യനേഴ്സും എല്ലാം ആയിട്ട് അവർ വരും. അങ്ങനെ അതൊരു 2 കൊല്ലം 3 കൊല്ലം അവര് വന്നു തുടങ്ങി. അപ്പൊ ഇവരെ ചർച്ചിലൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല, നമ്മളെയും കൊണ്ടുപോയിട്ടില്ല. ഇവര് വരിക സൺഡേ സ്കൂൾ, ആ ഒരു ഉദ്ദേശം മാത്രമാണ് ഇവരുടെ ഉള്ളൂ. പക്ഷെ എനിക്ക് അവരായിട്ട് വേറെ ഇതൊന്നും തോന്നിയില്ല. അത് നല്ലൊരു ആന്റി അങ്കിൾ ആയിരുന്നു, വേറെ ഒരു ഇതൊന്നും പറഞ്ഞിട്ടില്ല. യേശു അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അവര് വരിക, ഈ പഴയ നിയമം മാത്രം ഇങ്ങനെ പഠിപ്പിക്കുക, യഹോവയുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് യഹോവ ഓക്കെ നമുക്കും അറിയാം, നമ്മളും യഹോവയുടെ ടീമുകൾ തന്നെയാണല്ലോ. അതൊന്നും നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ഇതിന്റെ വ്യത്യാസങ്ങളൊന്നും അറിയില്ല. അങ്ങനെ പഠിച്ച് അപ്പൊ ഈ ആന്റിയുടെ മോളുടെ കല്യാണത്തിനൊക്കെ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. അതെനിക്കൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ടൈമിലൊക്കെ നമ്മൾ വിളിച്ചു. അപ്പൊ അന്ന് കല്യാണത്തിൽ പോയത് ഓർക്കുന്നുണ്ട്. അപ്പൊ ഈ കല്യാണത്തിൽ പോയി കഴിഞ്ഞപ്പോ ആ ഒരു ഇൻസിഡന്റ്, ഇതൊക്കെ എനിക്ക് പിന്നീടാണ് ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ മനസ്സിലായത്. ആ കല്യാണത്തിൽ നമ്മൾ പോയി, അപ്പൊ നമ്മൾ ചർച്ചിൽ പോകുന്ന മർത്തോമയിൽ തന്നെയാണ്. അപ്പൊ ഇവരെ വിളിച്ചു, നമ്മൾ കല്യാണത്തിൽ പോയി. കല്യാണത്തിൽ പോയപ്പോ അവിടെ ഒരു 200-250 പേര്, മാക്സിമം ഒരു 250 പേര് അത്രേ ഉള്ളൂ. എല്ലാവരും യഹോസാക്ഷിക്കാരാ, എല്ലാവരും യഹോസാക്ഷിക്കാര്. ഒരാള് അതിനകത്തൊന്നും മാറിയിട്ടുള്ള ആളില്ല. നമ്മൾ അതിന്റെ റിസപ്ഷനാണ് പോയത്, അതായത് മറ്റേ അവരെ ചർച്ചിലുള്ള പരിപാടിക്കല്ല പോയത്, നമ്മൾ റിസപ്ഷനാണ് വിളിച്ചത്. ചർച്ചിലേക്ക് അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ റിസപ്ഷൻ ഈ ഡേറ്റ് ആണ്, ഈവനിങ് ആണ്, വരണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അതിനാണ് പോയത്. അതിന് നമ്മൾ പോയിട്ട് ആ 250 പേരുള്ളതിൽ ഞാന്, എന്റെ ഫാദർ, അമ്മ, ചേച്ചി 4 പേര് ഒഴികെ 246 പേരും യഹോവ സാക്ഷിക്കാരാണ്. നമ്മളവിടത്തേക്കും എല്ലാവരും വന്നിട്ട് നമുക്ക് കൈ തരും, അമ്മയ്ക്കും ഫാദറിനും എല്ലാവർക്കും കൈ കൊടുക്കും. അപ്പം ഇവര് ഒരാള് ചോദിച്ചു ഏത് ചർച്ചിലെ പോയെന്ന് ചോദിച്ചു. അതായത് അവരുദ്ദേശിച്ച ഈ യഹോവ സാക്ഷിക്കാരുടെ ഏത് ചർച്ചിലാണെന്നാണ് ഉദ്ദേശിച്ചത്. കാരണം അവർക്ക് അധികം ചർച്ചസ് ഒന്നുമില്ല. ഇത് തോന്നുന്നു എറണാകുളത്ത് കണ്ട് 1-2 ചർച്ചസ് ആണ് എന്റെ അറിവിലുള്ളൂ, അറിയില്ല, മേ ബി. അപ്പം അതെ, ഇവർക്ക് എല്ലാവർക്കും തമ്മിൽ തമ്മിൽ അറിയുകയും ചെയ്യാം, വളരെ ചുരുക്കം അറിയാം അറിയാം ആൾക്കാരുള്ളതുകൊണ്ട്. ആ 250 പേർക്കും 246 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പം നമ്മളങ്ങനെ കണ്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അപ്പൊ അവരുദ്ദേശിച്ചത് മേ ബി വേറെ ജില്ലയിൽ നിന്ന് വല്ല വന്നതോ അങ്ങനെയോ അങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം അമ്മ ഇങ്ങനെ, നമുക്ക് അതിനെ പറ്റി അറിയില്ല, അമ്മയ്ക്കും എന്തോ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ പെരുമ്പാവൂർ മർത്തോമ ചർച്ചിലാണ് പോണേന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴത്തേക്കും അവര് ഒരാളുടെ കേസാണ് ഞാൻ പറയുന്നത്. അത് എനിക്ക് കറക്റ്റ് നല്ല സ്ട്രൈക്കിംഗ് ആയിരുന്നു അന്ന്, അതുകൊണ്ടാണ് ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആളപ്പം തന്നെ അവിടെ തിരിഞ്ഞു പോയി.
വേറെ നമ്മുടെ അടുത്ത് എന്ത് ചെയ്യുന്നതെന്നോ മക്കൾ എവിടെയാണ് പഠിക്കുന്നതെന്നോ ഫാദർ എന്ത് ചെയ്യുന്നതോ ഒന്നും ചോദിച്ചില്ല. ആ ചർച്ച ചോദിച്ചു, ഇത് പറഞ്ഞു, അവിടെ തീർന്നു വിഷയം. ബാക്കി വേറെ ടോക്കിങ്ങോ കോൺവെർസേഷനോ ഒന്നും ഇല്ല, തീർന്നു പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കൊല്ലമൊക്കെ വരെ ഈ ഒരു സീൻ കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കൂടി അവർ വന്നു. അതായത് ഞാൻ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരെ അവരുണ്ടായിരുന്നു. ഒരു 4 to 7, ഒരു 3 years ആണ് അവർ വന്നത്. പിന്നെ അവർക്ക് എന്തോ കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള വിഷയമൊക്കെ വന്നു, ഒരു ആന്റിക്കൊക്കെ. ഞാൻ പിന്നെ ഓർക്കുന്നുണ്ട്, കുറെ നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവരുടെ വീട്ടിൽ പോയായിരുന്നു ഒന്ന് കാണാനായിട്ട്, ആന്റീനെ കാണാനായിട്ട്. അപ്പോഴത്തേക്ക് എന്തോ പുള്ളിക്കാരത്തേക്ക് കുറച്ച് കിഡ്നി ഫെയിലിയറോ അങ്ങനെ എന്തോ ഇഷ്യൂ വന്നു. പിന്നെ എനിക്ക് അവരെ പറ്റി വല്ല അറിവൊന്നുമില്ല. ഓക്കെ, അപ്പൊ ആ യവസാക്ഷിക്കാരുടെ ചാപ്റ്റർ തീരുമ്പോഴത്തേക്കും ഞാൻ ഒരു 7ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ ഒരു ഇതായി. അപ്പോഴും അപ്പൊ ഞാൻ എൻ്റെ ഒറിജിനൽ മറ്റേ മർത്തമാണ്, ഭയങ്കര മർത്തമക്കാരനാണ് ഞാൻ. എനിക്ക് ബാക്കിയുള്ള ഒരു ചർച്ചസിലും എനിക്ക് പിടിക്കില്ല. പെന്തക്കോസ് പോരാ, അത് പോരാ, ഇത് പോരാ, യാക്കോബിസ്റ്റ് പോരാ, റോമൻ കത്തോലിക്ക പോരാ, ഒന്നും പോരാ. മർത്തമയാണ് ശരിയായിട്ടുള്ള വഴി, അതാണ് സത്യം, എല്ലാം ഇത്. അങ്ങനെ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചർച്ചയുടെ ഒരു വിഷയം നടന്നു. ഇങ്ങനെ ഈ രണ്ട് വിഭാഗക്കാരുണ്ടല്ലോ, നമ്മുടെ യാക്കോബിസ്റ്റിലും ഓർത്തഡോക്സ് കോഡിലുള്ള പോലെ നമ്മുടെ ചർച്ചിലും അങ്ങനെ രണ്ട് വിഭാഗക്കാരുണ്ട്. അത് എങ്ങനെ വന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹിസ്റ്ററി ഉണ്ട്. നമ്മുടെ എന്റെ സ്ഥലം പെരുമ്പാവൂരാണ്. അവിടുത്തെ പെരുമ്പാവൂർ മർത്തോമ ചർച്ചില് ഈ മർത്തോമൈസ് കൂടുതലുള്ള തിരുവല്ല ഭാഗത്താണ്. അറിയായിരിക്കുമല്ലോ, തിരുവല്ലയാണ് ഈ മർത്തോമൈസിന്റെ ആസ്ഥാനവും എല്ലാം. അപ്പം ഈ പെരുമ്പാവൂർ ഭാഗത്ത് ഈ പണ്ട് കുറേയും മർത്തോമൈസ് വന്ന് കുറേയും അവരുടെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ, ഒരു വലിയ സ്കൂളുണ്ട്, മെയിൻ സ്കൂളാണ്, വലിയ കോളേജ് ഉണ്ട്, അത് വലിയ മെയിൻ കോളേജുകളാണ് പെരുമ്പാവൂരെ. പിന്നെ അതിന്റെ അടുത്ത് വേറൊരു ചെറിയ 3-4 സ്കൂളുകളുണ്ട്, ഒരു MBA കോളേജ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ അക്കാഡമിക് ആയിട്ട് കുറെ സ്ഥാപനങ്ങൾ വെച്ചതിന്റെ ഫലമായിട്ട് ഈ തിരുവല്ലയിൽ നിന്ന് കുറെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പെരുമ്പാവൂർ വന്ന് പണ്ടോട്ട് ഇതായി. അപ്പം ബേസിക്കലി പറഞ്ഞാൽ എന്റെ ഫാദറും അങ്ങനെയാണ് വന്നത്. എന്റെ ഫാദറും തിരുവല്ലക്കാരനാണ്. ജോലി സംബന്ധമായിട്ട്, ഈ കോളേജിലേക്കുള്ള ജോലി സംബന്ധമായിട്ടാണ് പെരുമ്പാവൂർ വന്നത്. അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പായി. ഈ പെരുമ്പാവൂർ നേറ്റീവ് ആയിട്ടുള്ള ഓർത്തോമൈറ്റ്സും ഇമിഗ്രന്റ് ആയിട്ടുള്ള ഇമിഗ്രന്റ് ഞാൻ തിരുവല്ലയിൽ നിന്ന് പെരുമ്പാവൂർ വന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവർ രണ്ട് വിഭാഗക്കാരായി. അപ്പം ഈ തിരുവല്ല സൈഡുള്ളതും ഇവിടത്തെ നേറ്റീവ് ആയിട്ടുള്ളവരെയും ആരാധനയായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസം ഈ തിരുവല്ല സൈഡിലൊക്കെ ഇത് നമ്മുടെ എന്താ പറയാ, ഈ പോയിക്കുന്ന സാധനമല്ലേ, കുന്തിരിക്ക. കുന്തിരിക്കം. അതിന് കറക്റ്റ് ഒരു പ്രോപ്പർ വേർഡ് ഉണ്ട്, ഞാൻ അപ്പം ഓർക്കുന്നില്ല. അത് ഈ തിരുവല്ല സൈഡിലൊക്കെ യൂസ് ചെയ്യും, നമ്മുടെ ഇവിടെ യൂസ് ചെയ്യില്ല. പെരുമ്പാവൂർ സൈഡ് അത് മേ ബി ഈ എറണാകുളം സൈഡിൽ ധൂപക്കുറ്റി, അതാണ് ധൂപക്കുറ്റി. അപ്പൊ കുറ്റി വീശുന്നത് വീശാത്തവരെന്നാണ് പറയുന്നത്, ഈ രണ്ട് വിഭാഗം പറയുന്നത്. പിന്നെ അപ്പം ഇവരെ മെയിനായിട്ട് ഈ ഡിവൈഡ് ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരാണ് ഈ പറഞ്ഞ ഈ എഡ്യൂക്കേഷൻ എല്ലാ സ്ഥാപനങ്ങളുടെയും ബോർഡിലേക്കൊക്കെ വരുന്നത്, ഗവർണിംഗ് കൗൺസിലിലും. കാരണം ഈ MBA കോളേജും മർത്തോമ കോളേജൊക്കെ അവിടെ ഭയങ്കര ഫേമസ് ആണ്. മർത്തോമ കോളേജ് ഫോർ വിമൺ പെരുമ്പാവൂർ പറഞ്ഞിട്ട് ഭയങ്കര പണ്ടത്തെ ഉള്ള കോളേജാണ്. സ്കൂളും ആശ്രം സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 100 കൊല്ലം ആവറായി, അത്രയും നാളെ മുമ്പത്തെ ആണ്. അപ്പൊ ഇവരുടെ ഗവൺമെന്റ് ബോഡിയിലും ഒക്കെ കയറാനായിട്ടുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ട് രണ്ട് ഗ്രൂപ്പായി, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പം പരസ്പരമായിട്ട് എന്റെ ഫാദർ അവിടെ വന്നുകൊണ്ട് പുള്ളി ആ ഒരു ഗ്രൂപ്പിലായി, തിരുവല്ല സൈഡ് ഗ്രൂപ്പായി, ബാക്കിയുള്ളവരായി. അങ്ങനെ ചെറിയൊരു ഈ പള്ളിയുടെ ഒരു ഇലക്ഷന്റെ സമയത്ത് ഒരു വിഷയം വന്നു, അങ്ങോട്ട് ഇങ്ങോട്ടും ഉന്തും തള്ളൊക്കെ ആയി, തെറിവിളികളായി. അപ്പൊ ഞാനന്ന് 10 കഴിഞ്ഞ് +1 ഒക്കെ നിൽക്കുന്ന സമയത്താ. അപ്പൊ ഞാനിത് കണ്ടോണ്ടിരിക്കാണ്, ഫാദറിനെ വിളിച്ച് തള്ളുന്നത് കാണുന്നു, ഫാദർ അങ്ങോട്ട് തള്ളുന്നു. അപ്പത്തേക്കും നമുക്കും ആ ഒരു ടൈമില് പിടുത്തം കിട്ടൂലല്ലോ. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ തള്ളി എന്നിട്ട് അപ്പത്തേക്കും നമ്മുടെ ഫിനാൻഷ്യലും ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് ഓക്കെ വന്നായിരുന്നു. നമ്മള് സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു, ഒരു വണ്ടിയൊക്കെ ആയി, ചെറിയ വണ്ടിയൊക്കെ ആയി, അങ്ങനെ ഓക്കെ വന്ന് സമയത്ത് അപ്പം ഈ ടീമുകൾ വിളിക്കുന്നുണ്ട്, അത് ആ കോളേജിൽ അവനാണ്, ആ വരത്തനാണ് എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവരെ കാണുന്ന അങ്ങനെയാണ്, കാരണം അവരുടെ സ്ഥലമാണ്, അവരുടെ ഇതാണ്. എത്ര 30 കൊല്ലം 40 കൊല്ലം വന്നവനാണെങ്കിലും ഇവിടെ നടക്കില്ല, അവിടെ പോയിട്ട് നടത്തിയാൽ മതി എന്നുള്ളൊരു വർത്താനം. അപ്പൊ എനിക്ക് മെയിനായിട്ട് ഈ വിശ്വാസത്തിലേക്കുള്ള ഇതിലൊരു ഇടർച്ച വന്നൊരു ഇൻസിഡന്റ് ആണ് ഇത്. അവിടെ വരെ ഞാൻ ഭയങ്കര വിശ്വാസിയായിരുന്നു. അങ്ങനെ ആ വിഷയം കഴിഞ്ഞ് അപ്പൊ എനിക്ക് ഭയങ്കര, കാരണം അച്ഛനൊക്കെ നോക്കിക്കാണ്, അച്ഛനൊന്നും മിണ്ടല്ല, ഇവരൊന്നും മിണ്ടല്ല, ആരും മിണ്ടല്ല.
ഇവര് തമ്മിൽ അങ്ങനെ വഴക്കി ഇത് ഇങ്ങനെ പോയി. അപ്പോഴും നമുക്ക് ക്രിസ്ത്യാനിറ്റിയിൽ നല്ല വിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കാത്തോലിക്ക പള്ളിയാണ്, കാത്തലിക്സിന്റെ പള്ളിയാണ്. ഒരു ചെറിയ പള്ളിയാണ്, മെയിൻ ഫൊറോന അങ്ങനെയൊന്നുമല്ല, ഒരു ചെറിയൊരു കുരിശു പള്ളിയാണ്. അപ്പൊ അവിടെ നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് പോകും കത്തോലിക്സിന്റെ ഇത് കാണാനായിട്ട്. അപ്പൊ ഈ +2 ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. എന്താണ് ഈ ഇവര് തമ്മിൽ, നമ്മൾ മർത്തോമ കത്തോലിക്സ്, ഇങ്ങനെ കത്തോലിക്കുകാരായിട്ട് ഒരു ബന്ധമില്ലല്ലോ, ഭയങ്കര വ്യത്യാസം. അപ്പം അതെങ്ങനെയാണ്, ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ ശരിയാവുള്ളൂ. ഒന്നെങ്കിലും മർത്തോമ ശരിയാവണം, അല്ലെങ്കിൽ അവര് ശരിയാവണം, അല്ലെങ്കിൽ ബന്ധുക്കോസാര് ചെയ്യണം. ഇത് മെയിനായിട്ട് ഒരു 3 ഘട്ടമാണ്. അതായത് കാത്തലിക്സ്, സിറിയൻ, പിന്നെ പ്രൊട്ടസ്റ്റന്റ്, എല്ലാ ചർച്ചസും. ഇതില് ഇതില് ഏതോ 2 ഫോൾട്ടാണോ ഒന്ന് ശരിയാവും. അപ്പം അപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുന്നത് മർത്തോമ ശരിയാവാനാണ് സാധ്യത. കാരണം ഇവര് പറഞ്ഞ ലോജിക് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മാതാവിനെ ആരാധിക്കുന്നില്ല. കാരണം മാതാവിനെ ആരാധിക്കാനായിട്ട് ബൈബിളിലൂടെയും പറയുന്നില്ല. പുണ്യാളന്മാരെന്ന് പറയാനുള്ള ഒറ്റ ദൈവം, അത് ഈ ജീസസ് ത്രൂ ഫാദറിനെയാണ് പറയുന്നത്. അത് കറക്റ്റ് ബൈബിളിൽ എഴുതി വെച്ചാൽ നമ്മൾ വായിച്ചപ്പോൾ എന്തായാലും കാത്തലിക്സ് അവരുടെ ഇതൊന്നും ശരിയല്ല. അവര് നമ്മൾ അപ്പോഴേ കളഞ്ഞു. കാത്തലിക്സും അതിന്റെ എല്ലാ സബ് ഡിവിഷൻസും നമ്മൾ കളഞ്ഞു. ബാക്കിയുള്ളത് കാത്തലിക്സും പറയുമ്പോഴത്തേക്ക് കാത്തലിക്സും ഓർത്തഡോക്സും ജാക്കോബിസും എല്ലാം പോകും. കാരണം അവർക്കൊക്കെ ഈ മാതാവിന് ആയിട്ടുള്ള പ്രാർത്ഥന ഉള്ളതാണ്, മാതാവും വിശുദ്ധന്മാരൊക്കെ ഉള്ളതാണ്. അപ്പൊ ആ ടീമുകളെല്ലാം പോയി. പിന്നെ ബാക്കിയുള്ളത് ഈ മർത്തോമ തൊട്ടുള്ള ടീമുകളാണ്. മർത്തോമ ആണ് തുടങ്ങുന്നത്. പിന്നെ മർത്തോമ, മറ്റേ ചർച്ച് ഓഫ് CSI, ഇവാഞ്ചലിക്കല്, പിന്നെ അങ്ങോട്ടേക്ക് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് അല്ല. അപ്പം അതിനേക്കുള്ള ഇതായി അപ്പത്തേക്കുമാണ് എനിക്ക് ഈ പെന്തക്കോസിലേക്ക് വിശ്വാസം കൂടി വന്നത്. കാരണം നമ്മൾ ഓക്കെയാണ്, നമുക്ക് വേറെ തെറ്റൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടി ശരി ഇവരാണ്. കാരണം എന്റെ ഫാമിലിയിലുള്ള എല്ലാ അങ്കിൾസും ആന്റീസും എല്ലാവരും ഈ പെന്തക്കോസുകാരായതുകൊണ്ട് നമുക്ക് അപ്പോഴും ഇവരുടെ രീതികളും ഇതല്ല, ഇവര് എന്തിനാണ് ഉപവസിക്കുന്നത്, അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഒന്നിനെ ആരാധിക്കാൻ പാടില്ല, ഒരു കല്ലിനെയോ വിഗ്രഹത്തിനെയോ കുരിശിനോ ഒന്നിനും നമ്മളൊരു ഒന്നിനെ ആരാധിക്കുമ്പോൾ പറയുന്നുണ്ട്. നമ്മുടെ പള്ളിയിൽ വേറെ ഫോട്ടോ ഇതൊന്നുമില്ല, പക്ഷെ കുരിശ് വെച്ചിട്ടുണ്ട്. കുരിശ് വെച്ച് അങ്ങനെ ആ ഒരു സിംബലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. കാരണം അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഇവാഞ്ചലിക്കൽ സഭ മർത്തോമയിൽ നിന്ന് പോയത്. ഈ മർത്തോമ കറക്റ്റാണ്, എന്നാലും ചെറിയ വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവാഞ്ചലിക്കൽ സഭ അങ്ങനെ മാറിപ്പോയത്. അപ്പൊ ഞാൻ ലാസ്റ്റ് എത്തി വരുന്നു പെന്തക്കോസ്താണ് കറക്റ്റ്. കാരണം അവരെ കറക്റ്റ്, അവര് ബൈബിളിലുള്ള കറക്റ്റ് ചെയ്യുന്നുണ്ട്. അവര് സ്ട്രിക്റ്റ് ആണ്. അവരത് ഇത് മറ്റേ നമ്മള് മോഡസ്റ്റി ആയിട്ട് വസ്ത്രം ധരിക്കൽ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ അത് കാണിക്കില്ല, ഇത് കാണിക്കില്ല, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഭർത്താവിന് കറക്റ്റാണ്. കാരണം ബൈബിള് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ വളർന്നു വന്നൊരു സോഷ്യൽ സ്ട്രക്ചറും ഒരു പാട്രിയാർക്കൽ ഇഷ്യൂസ് എല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിരുന്നു. എനിക്ക് അന്ന് അത് ശരിയായിരുന്നു. ആണ് ഒരു ഭർത്താവിനെ ഭാര്യ അനുസരിക്കണം, മറ്റേ തലയിൽ ഇതിട്ടിട്ടാണ് വരാൻ പാടുള്ളൂ. ഇതൊക്കെ ബൈബിളിലുള്ള കാര്യമാണ്. അപ്പം അതല്ല ശരി, അത് ശരിയാണല്ലോ. എന്റെ വീട്ടിലും അത് തന്നെയാണ്, അപ്പുറത്തെ വീട്ടിലും അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗക്കാർ ഇവരാണ്. അപ്പൊ ഇത് വന്നപ്പോഴത്തേക്കും അപ്പം ഈ ഇത് +2 സ്വയം ടൈമൊക്കെ കഴിഞ്ഞ, സ്വയം കണ്ടെത്തിയ ഒരു കൺക്ലൂഷൻ അല്ലേ? ഇപ്പം വേറെ ആരുടെ അതെ ഇൻഫ്ലുവൻസ് അതെ അതെ ഇല്ലാതെ. അതെ, ഒന്നുമില്ല. ആ ഒരു ഈ എന്റെ ചർച്ചിലെ അടിക്ക് ശേഷമാണ് ഞാൻ ചിന്തിച്ചത്. അതായത് അന്ന് വരെ ഞാൻ കറക്റ്റായിട്ട് കൊണ്ടുവരുന്ന അപ്പം ഞാൻ ഈ കേസൊക്കെ അമ്മയുടെ അടുത്ത് പറയുന്നത്. അപ്പൊ ഈ +2 ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ടൈമിലാട്ടോ +1 കഴിഞ്ഞിട്ടാണ് അടി നടക്കുന്നത് ചർച്ചിലെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ +2 കഴിഞ്ഞ് കോളേജിലേക്ക് വന്നു, ഇവിടെ തമിഴ്നാട്ടിൽ ചേർന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത് ഈ കോളേജ് തന്നാണ് എൻ്റെ ഈ എല്ലാ ലൈഫിലെ മെയിൻ ഒരു ഭയങ്കര ചേഞ്ച് ആയി പോയത്. കാരണം ബ്രോഡ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ബ്രോഡ് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്. ബന്ധുക്കോസുകാരായതുകൊണ്ട് ആ കോളേജിലെത്തുന്നതായിട്ട് അത് എനിക്കും അറിയാം. നമ്മുടെ ബാച്ചിലും 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു. സഹകരണവും ഇല്ല, ഒന്നുമില്ല. അവര് പഠിക്കുക, പോവുക, എക്സ്ട്രാ കരിക്കുലറിൽ ഒരു ആക്ടിവിറ്റി ഇല്ല, ഒന്നുമില്ല. അങ്ങനെ നമ്മളായിട്ടൊരു കോണ്ടാക്ട് ഇല്ല. അങ്ങനെ ഒരു ഇത് എനിക്കറിയാം. പക്ഷെ ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ റൂമില് ഒരു 2 ഹിന്ദു, ഒരു മുസ്ലിം, 2 ഹിന്ദു, ഒരു മുസ്ലിം, പിന്നെ ഞാന്, അല്ലല്ല, 2 ഹിന്ദു, 2 ക്രിസ്ത്യൻ, ഒരു മുസ്ലിം, എന്നെ കൂട്ടി 5 പേരായിരുന്നു റൂമിൽ. ഓക്കെ, 2 ഹിന്ദു, 2 ക്രിസ്ത്യൻ, ഒരു മുസ്ലിം. അപ്പം നമ്മൾ ഈ കാഷ്വലി അറിയാലോ, നമ്മളൊരു ഹോസ്റ്റൽ റൂം കാര്യങ്ങള്, ക്ലാസ് കഴിഞ്ഞ് വരിക, കളിക്കാൻ പോവുക, ഫുട്ബോൾ കളിക്കുക, വരിക, റൂമിൽ വരിക. പിന്നെ ഈ ഓരോ ദിവസം ഓരോ ഡിസ്കഷൻസ് ആണ്.
ഇങ്ങനെ പ്രേതകഥ തൊട്ട് തുടങ്ങി ഇങ്ങനെ ഒന്ന് ലാസ്റ്റ് ഈ ഇതൊക്കെ തുറക്കേ തുടങ്ങും. അപ്പം നമുക്ക് അവിടെ ഉള്ളത് ഒരു കത്തോലിക്ക് ച- അതിന്റെ മാനേജ്മെന്റ് ബേസിലുള്ള കോളേജാണത്, കാത്തലിക്സ് ആണ്. അപ്പൊ അവിടെ ഈ സൺഡേയില് അവിടെ ഒരു ചെറിയൊരു ഇതുപോലെ ചാപ്പൽ പോലെ ഉണ്ട്, അവിടെ ഇതുണ്ട്. അപ്പൊ നമുക്കിപ്പം മർത്തോമയാണെങ്കിലും യാക്കോബിറ്റ്സ് ആണെങ്കിലും ആരാണെങ്കിലും മറ്റേ ഈ സൺഡേ മാസ് കൊള്ളണമെന്നുണ്ടെങ്കിൽ അവിടെ പോയാലേ പറ്റുള്ളൂ. അവർ ഫോളോ ചെയ്യുന്ന ഒരു ലാറ്റിൻ കാത്തലിക്സ് ഇതൊക്കെയാണ്. തമിഴ്നാട്ടില് ഒക്കെ അറിയാലോ, ഒരു ഭയങ്കര കുറെ പാട്ടുകളൊക്കെ ആയിട്ട് കാത്തലിക്സിന്റെ സിസ്റ്റം തന്നെ. പക്ഷെ നമ്മുടെ നാട്ടിനൊക്കെ ഭയങ്കര ഡിഫറൻസ് ആണ്. റോമൻ കത്തോലിക്കായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പാട്ടിനാണ് മെയിൻ ആയിട്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ചെറിയ ചൊല്ലലും ഒരു 45 മിനിറ്റ്സിന്റെ ചെറിയ 40 മിനിറ്റ്സ് പോലില്ല, 30 മിനിറ്റിന്റെ ഒരു പ്രസംഗവും കാര്യങ്ങളും കൊണ്ട് ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറിനുള്ള പരിപാടി തരും അവര്. അപ്പം അതിനൊക്കെ പോയി അപ്പൊ ഈ റൂമിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ചകൾ വന്നപ്പോഴാണ് നമ്മള് ഈ ഓക്കെ, അന്ന് വരെ എനിക്ക് മർത്തോമയാണോ ബന്ധക്കോസാണെന്നുള്ളതായിരുന്നു ഒരു ഡൗട്ട്. അപ്പൊ ഈ ഹിന്ദുസിന്റെ മുസ്ലിംസിന്റെ അവര് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഇത് ഓക്കെ, ഇത് നമ്മളൊരു ടീമാണ്. മർത്തോമ ബന്ധക്കോസ് നമ്മളൊരു ടീം, അവര് സെക്കൻഡ് ടീം, അവര് തേർഡ് ടീം. അപ്പം അതും ശരിയായിക്കൂടെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഫോളോ ചെയ്യുന്ന തെറ്റാവുമല്ലോ. പെന്തിക്കോസിൽ പോയാലും തെറ്റാവും, മർത്തോമ ചെന്നാലും തെറ്റാവും. കാരണം കറക്റ്റ് അപ്പുറത്തെ സൈഡിലാണ് അവിടേക്ക് പോകാനുള്ള. അപ്പൊ ഈ മുസ്ലിം ഒരുത്തനുണ്ട്, അവൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, എല്ലായിട്ടും നല്ല ജെന്യൂൻ ആണ്, എല്ലാം ആണ്. പക്ഷെ അവന്റെ ഈ വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോഴത്തേക്കും അവന് നോ കോംപ്രമൈസ്. അവൻ ഈദിന്റെ സമയത്ത് റമദാന്റെ സമയത്ത് കറക്റ്റ് 30 ദിവസം നോമ്പുണ്ട്, ബാക്കി 5 നേരം നിൽക്കാറുണ്ട്, എല്ലാം ഉണ്ട്. ചർച്ചിലൊന്നും വരില്ല, ചർച്ചിന്റെ ഒക്കെ അടുത്ത് വരെ നമ്മുടെ കൂടെ വരും, അതിന് പ്രശ്നമൊന്നുമില്ല. നമ്മളിവിടെ ഫുഡ് കഴിക്കും, ഇത് ചെയ്യും അത് ചെയ്യും എല്ലാം ചെയ്യും. പക്ഷെ ഈ ബേസിക് ആയിട്ടുള്ള നിസ്കാരം, പിന്നെ നോമ്പ്, ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യും. അപ്പം ഓരോ ദിവസം ഇങ്ങനെ നമ്മൾ ചർച്ച വന്ന് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കുമാണ് ഇവൻ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയുന്നത്. അതായത് ബേസിക് കാര്യങ്ങൾ, അതായത് മുസ്ലിംസിന്റെ നമ്മുടെ സെയിം കഥകളാണ്. നിങ്ങൾ അതിനകത്തുനിന്ന് ഒരാളെ പിടിച്ച് ദൈവമാക്കി, അതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. അത് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അത്ര ഇതായിട്ടൊന്നല്ലാണ്ട് പറയുന്നത്, ഈസ്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുക. അപ്പൊ ഞാൻ നോക്കിയപ്പം ശരിയാണ്, ഇവൻ പറഞ്ഞതിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ആ ഒരാളെ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ച് ദൈവമാക്കിയതാണെങ്കിൽ ഈ പറഞ്ഞ മൊത്തം പോയല്ലോ, എല്ലാം പോയി. പെന്തിക്കോസ് ആണെങ്കിലും കാത്തലിക് ആണെങ്കിലും ഇതിലാണെങ്കിലും ഒരു കാര്യമില്ല. പക്ഷെ അവര് പക്ഷെ കറക്റ്റ് ആണ് പോകുന്നത്. അവര് ഒരാളെയും പിടിച്ച് ദൈവമാക്കിയില്ല, ഒന്നും ചെയ്തില്ല. ഇങ്ങനെ പ്രവാചകന്മാരെ അതുപോലെ കണ്ട് വന്ന് ഇപ്പോഴും നിൽക്കുന്നു. അപ്പൊ മേ ബി അതും ആകാലോ. അല്ല, ആ സമയത്ത് ഒരു ചിന്ത പോണം നോക്ക്. ഇതില്ലാന്ന് നമുക്ക് എന്തായാലും വെക്കാൻ പറ്റില്ല. ദൈവം ഉണ്ടാവും, ഈ ദൈവം എന്തായാലും ഉണ്ട്. പക്ഷെ ഈ കറക്റ്റ് ദൈവം ഏതാന്ന് നമ്മൾ തിരയാനായിട്ടാണ് ഈ പാടുപെടുന്നത്. അതേ ആ ഒരു സമയത്ത് നമുക്ക് ദൈവം ഇല്ല എന്നൊരു കൺക്ലൂഷൻ എത്തിക്കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ കിടന്ന് അലയില്ല. ഈ കുറെ നമ്മൾ ഇങ്ങനെ അലയാണ്. ചർച്ചിൽ നിന്ന് തുടങ്ങി, ഓരോ ചർച്ചിൽ നിന്ന് തുടങ്ങി 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 പിന്നെ റിലീജിയനുമായി. പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഒരു നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ആ ഒരു എക്സ്പീരിയൻസുകൾ ഭയങ്കരമായിട്ട് ഉണ്ട്. ആ ഒരു പ്രായത്തിലും ആയതുകൊണ്ട് നമുക്കറിയാലോ, ആ പ്രായത്തിൽ എന്തായാലും ഇങ്ങനത്തെ ചിന്തകളിലൂടെ നമ്മൾ ജനിച്ചു വന്ന ഇങ്ങനെ വിശ്വാസത്തിന്റെ രീതിയിലായതുകൊണ്ട് ഇതിന് ബാറ്റിൽ ചെയ്ത് ഒരു ഫൈനൽ റിസൾട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കേസല്ല. അതുകൊണ്ട് പലരും അത് തന്നെ കറങ്ങി കറങ്ങി നടക്കുന്നവരും ഉണ്ടാവും, താൽക്കാലികമായിട്ട് നിൽക്കുന്നവരുണ്ടാവും, പലരും ഉണ്ടാവും. നമുക്കൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഭയങ്കര വാല്യുബിൾ ആയത്. അപ്പം അപ്പോഴും എനിക്ക് ദൈവമുണ്ട്, ഇതുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സൺഡേയിലും മാസിന് പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. ജസ്റ്റ് ഈ കൺഫ്യൂഷൻസ് ആണ് വന്നു തുടങ്ങിയത്. ഈ മുസ്ലിം ആണോ, ഇനിയിപ്പം ഇതാണോ അതാണോ. അപ്പൊ നമ്മളെല്ലാവരും ഒരു ടീമായിട്ടോ, മർത്തോമ ബന്ധുക്കോസ് നമ്മളൊരു ടീമായി. കാരണം ഇനിയിപ്പോ ചർച്ച നോക്കിയിട്ട് കാര്യമില്ല, റിലീജിയൻ നോക്കിയിട്ടേ കാര്യമുള്ളത് എനിക്ക് മനസ്സിലായി. ചർച്ചസിനെ നമ്മൾ വിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, എല്ലാം വന്നു, ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴും ഈ ചിന്തകളൊക്കെ ഇതുകൂടെ തന്നെ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെയും പെന്തിക്കോസ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. ഞാൻ മർത്തോമ ഒഴിവാക്കി. ഞാൻ ചർച്ചിൽ പിന്നെ പോയിട്ടില്ല കേട്ടോ. അതായത് ഈ അടി ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം ഞാൻ ചർച്ചിൽ പോയുള്ള, ചർച്ചിൽ ഞാൻ പോയുള്ള +2 ടൈം കഴിഞ്ഞ് ഞാൻ ഇതുവരെ പോയുള്ള. പിന്നെ ഞാൻ ആകെ പോയിട്ടുള്ള എൻ്റെ ഫാദർ മരിച്ച സമയത്താണ്. എൻ്റെ ഫാദർ മരിച്ച സമയത്ത് അടക്കത്തിന് വേണ്ടി പോയ, അതൊരു 4 കൊല്ലം മുമ്പ്. അല്ലാതെ ഞാൻ ചർച്ചിൽ കയറിയിട്ടേ ഇല്ല. അത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന സമയത്ത് പെന്തിക്കോസ് പിന്നെ എൻ്റെ ലൈഫിലേക്ക് വന്നു. അത് വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫാദറിന്റെ ഒരു സിസ്റ്റർ ഉണ്ട്.
ആ സിസ്റ്റർ ഭയങ്കര കട്ട. ഞാൻ പറഞ്ഞല്ലോ, ഇവരെല്ലാരും പെന്തിക്കോസ് വിഭാഗത്തില് ഉള്ളവരാണ്, ഭയങ്കര വിശ്വാസിയാണ്. അപ്പം ഓ എനിക്ക് അത് ഇച്ചിരി കോമഡിയാണ്, ഇച്ചിരി ഡാർക്കും ആണ്, എല്ലാം ആണ്. അതായത് ഇവര് പെന്തിക്കോസിൽ പഠിച്ച് പഠിച്ച് ഭയങ്കര ഇതായ വിശ്വാസി. പുള്ളിക്കാത്തി പെട്ടെന്ന് ഒരു ദിവസം തോന്നി പുള്ളിക്കാത്തിക്ക് എന്തോ വരം കിട്ടിയെന്ന്. വരം മീൻസ് പ്രവചിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടുക എന്നുള്ളൊരു സ്കീം ഉണ്ടല്ലോ. രോഗ ശുശ്രൂഷ, പ്രവചനം, അങ്ങനത്തെ ഓരോ കാറ്റഗറീസ് ഉണ്ടല്ലോ. അപ്പൊ പുള്ളിക്കാത്തി പെട്ടെന്ന് ഒരു ദിവസം ദൈവം ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പ്രവചിക്കാനുള്ളൊരു വരം നിനക്ക് തരാണ് എന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ വര കിട്ടിയപ്പോഴത്തേക്കും പുള്ളിക്കാത്തിക്ക് അപ്പം ഇത് ഒരു ഫോർമലായിട്ട് എന്തെങ്കിലും ഇതിനെ പറ്റി പഠിക്കണ്ടേ. അങ്ങനെ പോയിട്ട് ബൈബിൾ ക്ലാസ്സിൽ ഇവരെന്തോ ഡിപ്ലോമ കോഴ്സോ അങ്ങനെ എന്തോ ഒരു കോഴ്സ് ഉണ്ട് പുനലൂര്. ഒരു ബൈബിൾ ക്ലാസ് എന്തോ ഒരു കോളേജ് ഉണ്ട്. അറിയാമോ പുനലൂര്? അറിയില്ല. ബഥേലാണോ? ബഥേലാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ. അപ്പൊ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയൊക്കെയാണ് അവര്. കാരണം ഇവരുടെ മറ്റേ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ട്, ഞാനൊക്കെ പോയി. അവരെ മറ്റേ ഗ്രാജുവേറ്റ് ആവില്ലേ ആ ആ ആ. അതിനൊക്കെ. അതെ അതെ അതെ. അപ്പം അതായത് ഇങ്ങനെ ഒരു വരം കിട്ടിയെന്ന് പറഞ്ഞ് പുള്ളിക്കാത്തി പോയിട്ട് അത് ചെന്ന് എന്തോ 1 ഇയർ കോഴ്സോ അങ്ങനെ എന്തോ ഒരു കോഴ്സിൽ ചേർന്ന്. അപ്പം ഈ ഈ ഇതെന്റെ ഫാദറിന്റെ സിസ്റ്ററാണ്. ഈ സിസ്റ്ററായിട്ട് എന്റെ ഫാദറിന് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളതാണ്, ഭയങ്കര കാര്യമാണ്. എല്ലാ ദിവസവും വിളിക്കും. അങ്ങനെ ഇപ്പൊ നമ്മളായിട്ട് കണക്ഷൻ ഉണ്ട്, നമ്മളെ ഇടയ്ക്കൊക്കെ വിളിക്കും. അങ്ങനെ ഈ പുള്ളിക്കാരി അവിടെ ക്ലാസ്സുകളൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും വീക്കിലി വൺസ് ഒക്കെ എന്നെ വിളിക്കും. അപ്പൊ എന്നെ വിളിക്കുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരും. അപ്പോഴത്തേക്കും നമ്മൾ ഈ കഥകളിയിൽ നിന്നൊക്കെ മാറി കുറച്ചും കൂടി ഹയർ ഗ്രേഡായി. അതിന്റെ തലങ്ങൾ, അതിന്റെ ഉദ്ദേശങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ, നമ്മുടെ ഇതെന്താണ് മതത്തിന്റെ എന്തുകൊണ്ട് മർത്തോമ ആൾക്കാർ തെറ്റാവുന്നു, എന്തുകൊസ് എന്തുകൊണ്ട് ശരിയാവുന്നു, അതിനെപ്പറ്റി നമുക്ക് ഭയങ്കര ഇതായിട്ട്. അപ്പൊ നമുക്കും ആ ഒരു ഇതൊക്കെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള വയസ്സായി, പ്രായമായി. അങ്ങനെ കോളേജിൽ പഠിക്കുമ്പോ തന്നെ അല്ലേ? അല്ല, അന്ന് ഞാൻ കോളേജിന്റെ ഒരു ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്താണ്. പഠിത്തം ഓക്കെ കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു സമയത്താണ്. അന്ന് ഞാൻ ഫ്രീ, ഓക്കെ. കാരണം ആ ഫ്രീ ആയതുകൊണ്ടാണ് ഞാൻ ആ ഇതിന് പോയത്. ഗ്രാജുവേറ്റിനൊക്കെ ഞാൻ പോകുന്നത്, ഞാൻ മാത്രം പോയത്. കാരണം ഫാദറിന് അവർ ഒക്കെ ജോലി ഉള്ളതുകൊണ്ട് അവരൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ പോകുന്നതിനോട്ട്, ഞാൻ തന്നെ വെറുതെ ഇരിക്കുകയാണ്, പോകുന്നതിനോട്ട് ഞാൻ ആണ് പോയത്. ഓക്കെ. അപ്പോഴത്തേക്കും പുള്ളിക്കാരി വിളിച്ചിട്ട് നമ്മൾ ഇതിനെപ്പറ്റി കുറേ തലങ്ങൾ ഇങ്ങനെ സംസാരിക്കും. എങ്ങനെയാണ് ഒരു വരം കിട്ടുന്നത്, പണ്ട് ആദ്യകാലം തൊട്ട് മറ്റേ നമ്മുടെ യേശുവിന് ഒരു മറ്റേ എല്ലാത്തിനുള്ള കഴിവുകൾ കൊടുത്തായിരുന്നു. രോഗം ഇത് ചെയ്യാനും മനുഷ്യനെ ഉയർപ്പിക്കാൻ. എന്നിട്ട് സ്ലീഹന്മാർക്ക്, അപ്പൊസ്തലന്മാർക്ക് കുറച്ച് കഴിവുകളൊക്കെ പകർന്നു കൊടുത്തു. അതിനുശേഷം വന്ന ആൾക്കാർക്ക് ഇങ്ങനെ അപ്പം ഈ പെന്തിക്കോസ് ഉള്ളവർക്ക് മാത്രമായിട്ട് കിട്ടുള്ളൂ, അല്ലാതെ വേറെ പള്ളിയച്ചനോ കത്തനാമാർക്കോ ആർക്കും ഇത് കിട്ടൂല. കാരണം ഇത് ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ കാരണം ഇവരെ പറഞ്ഞു വെക്കുന്നതാണ്, അവിടം തൊട്ട് വരുന്ന അതെ, ഒരു നമ്മളാണല്ലോ ശാഖയാണ്. അപ്പോസ്തലിക സഭ. അതെ 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 അതെ. നമ്മളാണ് ആ കൈമാറി വന്ന ആൾക്കാരുടെ പ്രതിനിധികളാണ് ഇന്നത്തെ നമ്മൾ എന്ന് പറഞ്ഞു വെക്കണേണത്. ഇത് പുള്ളിക്കാരത്തി ബ്രെയിൻ വാഷ് ആയതാണ്. എനിക്കറിയാം, പുള്ളിക്കാരത്തിക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഉള്ളൂ, ഇതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പോയിട്ട് ആയതാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ആ സമയത്ത് എന്റെ ചേച്ചിയുടെ കല്യാണം ഒക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ആലോചനകൾ ഇങ്ങനെ വരുന്നുണ്ട്. അറിയാം, പുള്ളിക്കാരത്തിക്ക് അറിയാം, ഫാമിലി ആണല്ലോ. അപ്പൊ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലൊക്കെ വരും, വല്ലപ്പോഴൊക്കെ 2-3 മാസം കൂടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വരും. ഇത് ഈ ഒരു പ്രവചനങ്ങളൊക്കെ എന്റെ ചേച്ചിയാണെങ്കിൽ ഇതിന്റെ ഒക്കെ അപ്പുറത്തെ വിശ്വാസിയാണ്. എന്റെ ഫാദർ, മദർ, ഈ ആന്റീനൊക്കെ വിട്ട് അതിന്റെ അപ്പുറത്തെ ടോപ്പ് ലെവലിലുള്ള ആളാണ് എന്റെ ചേച്ചി. അപ്പം ഈ ആലോചനകൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, ഫാമിലി മൊത്തം അറിയാം. പുള്ളിക്കാരി വന്നിട്ട് ഒരു പ്രവചനം കൈ വെച്ച് പറിച്ചിട്ട് ഒരു പ്രവചനം നടക്കുക, ഒരു 3 മാസത്തിനുള്ളിൽ മോളുടെ കല്യാണം നടക്കും. ഇത് നടക്കുന്നു എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കല്യാണം ആലോചിക്കണത്. നാട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. 3 പോലും വേണ്ട, ചിലപ്പോൾ 2 മാസത്തിനുള്ളിൽ നടക്കാം. അങ്ങനെ അങ്ങനെ രീതിയിൽ പെട്ടെന്ന് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ചേച്ചിക്ക് ജോലിയുണ്ട്. അപ്പൊ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളും ഫിനാൻഷ്യലി എല്ലാം ഓക്കെ, വേറെ ബാധ്യതകളൊന്നുമില്ല. അപ്പം ഇത് ചെയ്യാ ഓക്കെ, എന്തായാലും നമ്മൾ നടത്തും. അപ്പം ആ സമയത്ത് ഞാൻ കേട്ടപ്പോ അപ്പോഴൊന്നും എനിക്ക് ഇതിനെ പറ്റി വല്ല തോന്നിയില്ല. ഞാൻ ശരിക്കും ഈ ആന്റിക്ക് എന്തോ ഉണ്ട്, ആന്റി ചെറിയ ആളല്ല, എന്തോ സംഭവം കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം എന്റെ കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മുസ്ലിമായിട്ടുള്ള അവന്റെ കോണ്ടാക്ട് വിട്ടുപോയതുകൊണ്ട് ഞാൻ അതിനകത്തുനിന്ന് പതിയെ പതിയെ ഇത് പോയായിരുന്നു. അവനായിട്ട് കുറെ നാളെ ഞാൻ വല്ല നിന്നെങ്കിലും ഞാൻ ചിലപ്പോൾ ആ സമയത്ത് മുസ്ലിമായി പോയേനെ. കാരണം അവന്റെ നൈസായിട്ടുള്ള പിടുത്തമായിരുന്നു. നമ്മൾ ഭയങ്കര എക്സ്ട്രീമിസ്റ്റ് ആണെന്ന് തോന്നത്തുമില്ല, പക്ഷെ പറയുന്നത് അതുപോലെ
പറഞ്ഞ് ലൈറ്റായിട്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. കാരണം ഇതായിട്ട് ഭയങ്കര കണക്ഷൻ ഉള്ളതാണല്ലോ. നമ്മൾ വിശ്വസിക്കുന്നതായിട്ട് അവർ വിശ്വസിക്കുന്നതായിട്ട് ഭയങ്കര കണക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച് അങ്ങനെ അതാണ് ശരിയെന്ന് പറഞ്ഞു വെക്കാനുള്ള കഴിവും അവനുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു 90% ഈ മുസ്ലിംസിന് ഉള്ളൊരു കഴിവാണത്. ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കയറ്റി നമ്മളെ കുഴപ്പിക്കാന്നുള്ളത്. കോൺഫ്ലിക്റ്റ് ഇടുക അങ്ങനൊരു എന്നുള്ളതാണ് അവരുടെ മെയിൻ. കോൺഫ്ലിക്റ്റ് ഇട്ടിട്ട് നമുക്ക് ഈ സ്റ്റോറീസും മൊത്തം അറിയുന്നത് കൊണ്ട് ബൈബിളിലും വായിച്ചു കഴിഞ്ഞാൽ തന്നെ സാധൂകരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് ഈ ആന്റിയുടെ കേസ് ഞാൻ പറയാം. അങ്ങനെ ഒരു പ്രവചനം നടത്തി. അപ്പം ഓക്കെ, അങ്ങനെ 2 മാസം കൊണ്ട് തന്നെ കല്യാണം നടന്നു. 2 മാസം കൊണ്ട് കല്യാണം നടന്നു. ചേച്ചി കല്യാണം. അപ്പോഴത്തേക്കും ചേച്ചിക്ക് അപ്പോൾ ഭയങ്കര വിശ്വാസമായി. ആന്റിയായിട്ട് ഭയങ്കര വിശ്വാസമായി. കാരണം ആന്റി ഭയങ്കര പ്രവചിക്കണ ആളാണ്. 3 മാസം കൊണ്ട് 2 മാസത്തില് പരിപാടി എടുത്ത് കൈ തന്നു. അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് അവരൊക്കെ എൻ്റെ അളിയനും ചേച്ചിയൊക്കെ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകും. നമ്മുടെ ഒരു പരിപാടികളുണ്ടല്ലോ, ആന്റിയുടെ അവിടെ അങ്കിളിൻ്റെ അവിടെ ഒക്കെ പോകാട്ട്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ആന്റി അടുത്തൊരു പ്രവചനം പറഞ്ഞു. അപ്പം അളിയനെ ഒക്കെ കൈ വെച്ചിട്ട് ഉള്ളില് ഉണ്ടാവില്ല, ഒരു 2 കൊല്ലത്തിനുള്ളിൽ ഒരു കുട്ടി ഉണ്ടാവുന്നുണ്ട്, 1 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചു വന്നു. അപ്പം അപ്പോഴും എന്തായാലും 1.5-2 കൊല്ലത്തിനുള്ളിൽ അവര് ഫാമിലി വേണം, കുട്ടികൾ വേണമെന്ന് വിചാരിക്കുന്ന കപ്പിൾസ് ആണ്. അപ്പൊ എന്തായാലും കുട്ടികൾ ഉണ്ടാവുന്നത് നമ്മൾ വിചാരിച്ചിരുന്നു. അങ്ങനെ വിചാരിച്ചിരുന്നു. ഇനിയിപ്പോ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാട്ടോ പറഞ്ഞത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ പറയാം. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാല് ഇവർക്ക് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ കുട്ടികൾ ഉണ്ടാകുന്നതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 കൊല്ലമായിട്ടും ഉണ്ടായില്ല. 5 കൊല്ലമായിട്ട് ഉണ്ടായില്ല. 6 കൊല്ലമായിട്ടും ഉണ്ടായില്ല. 7ാമത്തെ കൊല്ലാണ് ഉണ്ടാവുന്നത്. 7ാമത്തെ കൊല്ലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ 7ാമത്തെ അപ്പോഴും ഈ 7ാമത്തെ കൊല്ലത്തിന് ഉണ്ടായിരുന്ന ഇവര് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. ട്രീറ്റ്മെന്റ് ചെയ്ത് ആണ് ഇവർക്ക് ഈ കുട്ടികൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും ആന്റി വന്നു. ഈ സെയിം ആന്റി 2ാമത്തെ കൊല്ലം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ആന്റി ഈ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് വേറെ പ്രവചനമൊന്നും ചെയ്തില്ല. ഈ പണി ചെറുതായിട്ട് പാളിന്ന് പുള്ളിക്കകത്ത് കത്തി ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് വേറെ പുതിയ സാധനമൊന്നും എടുത്തില്ല. ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇത് 1 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാവും. ഇത് 1 കൊല്ലത്തിനുള്ളിൽ എന്തായാലും ഉണ്ടാവും. അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതപ്പോ അത്രയും ആബ്സല്യൂട്ട് ആയിട്ടൊരു കാര്യത്തിൽ വന്നപ്പോ നമുക്കറിയാം. അപ്പൊ അന്നത്തെ അത് ഒരു 2 കൊല്ലം മുമ്പാണ് കുട്ടികളുണ്ടായത്. അപ്പത്തേക്കും എനിക്ക് കുറച്ച് ഇതിനകത്തേക്ക് മാറി ഞാൻ വിട്ട് എല്ലാം എന്റെ സെൻസ് വർക്ക് ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവള് ചേച്ചി ആന്റീനെ കുളിച്ചിട്ട് ഭയങ്കര പ്രാർത്ഥിച്ചു വെക്കണം, കൈ വെക്കണം, കാല് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത്. അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചു, എടീ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് കേട്ടാലും ഉണ്ടാവേ? അന്ന് ആന്റി പറഞ്ഞത് നിനക്ക് അറിയാലോ, അന്നുണ്ടായില്ല. അല്ല, അത് യേശു നടത്താത്തോണ്ടാണ്, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാന്ന് ഒക്കെ പറഞ്ഞിട്ട് പോയി. ആന്റീനെ അങ്ങനെ പറയല്ലേ. ആന്റി പിന്നെ പറഞ്ഞപ്പോ 2ാമത് പറഞ്ഞപ്പോ കറക്റ്റ് വന്നല്ലോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അന്ന് ആന്റി പറഞ്ഞോണ്ടല്ലോ, നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടല്ലോ വന്നത്. അത് ലോജിക്കലായിട്ടൊന്ന് ചിന്തിക്കുന്നൊക്കെ ഞാൻ ഇവിടുത്തെ അന്ന് പറഞ്ഞു. അല്ല, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ചേച്ചിയുടെ ഒരു കേസ് എടുക്കുവാണെങ്കിൽ നമ്മളവിടെ ഡെസ്പറേറ്റ് ആണ്. ഇപ്പൊ 7 വർഷം കുട്ടിക്കായി അതെ അതെ കാത്തിരിക്കുക അതെ എന്ന് അതെ പറയും. അതെ 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 അവര് എന്തും ചെയ്യും. ഇപ്പം അതെ 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 അങ്ങനെയുള്ളവരെ, ചെയ്യും. എന്താ പറയാ, വൾണറബിൾ ആയിട്ടുള്ളവരെ കറക്റ്റ് സിറ്റുവേഷനിൽ പോയിട്ട് ഇവര് ചെയ്യുന്ന, അറിഞ്ഞോ അറിയാതെ. ഇപ്പം ആന്റിയുടെ കാര്യം ബന്ധുവാണ്, പക്ഷെ ആന്റിയുടെ അല്ലാതുള്ളവര് കാര്യം അതിനകത്തേക്ക് ഞാൻ വരാം. കാരണം ആന്റി എനിക്ക് ഈ 2 ടൈപ്പ് പ്രവാചകന്മാരും ഈ രോഗസൂക്ഷിക്കാരും എല്ലാരും ഞാൻ അറിഞ്ഞ എല്ലാരും വെച്ചിട്ട് 2 ടൈപ്പ് ടീമുകളുണ്ട്. ഒന്ന്, അവരൊരു ഹാലൂസിനേഷനാണ്. അവർക്ക് ഇങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് ഇവര് അവര് തന്നെ അന്ധമായിട്ട് ഹാലൂസിനേറ്റ് വിശ്വസിക്കും. ചെയ്തിട്ട് അന്നമായിട്ട് വിശ്വസിച്ച്. കാരണം അവര് ഈ ഒരു ദിവസമൊക്കെ ഒരു 4-5 മണിക്കൂർ പ്രാർത്ഥിച്ച് നമ്മൾ ഈ ട്രിപ്പായിട്ടിരിക്കുന്ന ടീമുകളൊക്കെ ഉണ്ടാവില്ല, അവർക്ക് പലതും ഇല്ലാത്ത കാര്യങ്ങൾ ഈ ഉണ്ടെന്ന് ഉപവാസം തോന്നും. എന്ന് പറയുന്നതും അതിൽ കൃത്യമായിട്ട് വർക്കാവും. ആ നമ്മളിപ്പം സ്റ്റാർവ്ഡ് അതെ, ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വരും. കറക്റ്റാണ്. ഇങ്ങനെ ഒരു ദിവസം മൊത്തം ഉപവാസിരിക്കുക, 5 മണിക്കൂറൊക്കെ നമ്മള് കണ്ണടച്ച് ട്രിപ്പായിട്ടിരുന്ന് എന്തെങ്കിലും ചെയ്യുക. അപ്പൊ നമുക്ക് പലതും കാണാത്ത തോന്നും. കാരണം അങ്ങനെ ആന്റിക്ക് കിട്ടിയ ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. കിട്ടിയെന്ന് പുള്ളിക്കാരത്തി വിചാരിക്കുന്നത്. കാരണം പുള്ളിക്കാരത്തി പോയി പ്രാർത്ഥിക്കുന്ന എല്ലാം ഇങ്ങനത്തെ ആബ്സലൂട്ട് ഒരു 70% ഉള്ള കാര്യങ്ങളിൽ
പുള്ളിക്കാരത്തി ഒരു കാര്യം പറയും. എന്നിട്ട് ഈ ഭയങ്കരമായിട്ട് പ്രവചിക്കുന്ന ഇത് വേറെ കോമഡിയാണ്. ഇത്രയും കാര്യങ്ങൾ പക്ക പ്രവചിക്കുന്ന പ്രവാചക എടാ മോൻ, ആന്റിയുടെ മോൻ, ഞാനൊക്കെ ഏകദേശം സെയിം ഏജ് ആണ്. മോൻ ഒരു ഹിന്ദു കുട്ടീനെയാണ് കല്യാണം കഴിച്ചല്ല ഇറക്കിക്കൊണ്ട് വന്ന് അങ്ങനെ ചെയ്തത്. അതിന് തെറ്റുന്നല്ല കേട്ടോ പറഞ്ഞത്, കാരണം അതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഇപ്പൊ ഇത്രയും പ്രവചിക്കുന്ന ആന്റിക്ക് സ്വന്തം മോന്റെ ഭാവി പ്രവചിക്കാൻ പറ്റിയില്ലേ? അത് അങ്ങനെ വരാനേ സാധ്യതയില്ലല്ലോ. കാരണം അത് ആബ്സോല്യൂട്ട് ആയിരുന്നില്ല, അതിന്റെ 50% ചാൻസ് പോലും ഉണ്ടായിരുന്നില്ല. അവൻ ആരുടെ പറഞ്ഞുമില്ല, ഒന്നുമില്ല. അവൻ ഇറക്കിക്കൊണ്ട് വരുന്നതിന്റെ ഒരാഴ്ച മുമ്പാണ് ആ വീട്ടിൽ തന്നെ ഈ കേസ് പറയുന്നത്. അപ്പം അതിനൊരു സാധ്യത ഇല്ലാന്ന് വിചാരിക്കുന്ന കാര്യം പുള്ളിക്കത്തിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കറക്റ്റാണ്. അല്ല, നമ്മുടെ ഈ അതുപോലെ തന്നെ അടുത്തുള്ള ഇപ്പം നാട്ടിൽ വെള്ളപ്പൊക്കം കാര്യങ്ങളായിരുന്നല്ലോ, എത്ര എത്ര മഹാപ്രവാചകന്മാരാണ് നമ്മുടെ നാട്ടിലുള്ള. ആരെങ്കിലും പറഞ്ഞു? ഇല്ല. കാരണം അത്രയും അതെ നാൾ അതെ അതെ വെയിലായിരുന്നു, മഴ അത്രക്കില്ല. ഒരു പ്രോബബിലിറ്റി അതെ ഉണ്ടെങ്കിൽ അതെ അല്ലേ അതെ അതെ നമുക്ക് പറയാൻ പറ്റൂ. എല്ലാം പറ്റും. എല്ലാ പ്രോബിലിറ്റി ഉള്ള ഒരു 50 എബോ പ്രോബിലിറ്റി ഉള്ള കേസുകളെ ഇവർ പിടിക്കുള്ളൂ, അല്ലാത്തൊന്നും പിടിക്കൊന്നുമില്ല. അതുപോലെ തന്നെ ആന്റിയുടെ ഹസ്ബൻഡ്, അതായത് എന്റെ മാമൻ, പുള്ളി കോവിഡിന്റെ സമയത്ത് പെട്ടെന്ന് ഇഷ്യൂ വന്നിട്ട് മരിച്ചു പോയത്. 60 വയസ്സിന് താഴേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്ക് വേറെ വേറെ എന്തെങ്കിലും വലിയ അസുഖങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇത് വന്നു പെട്ടെന്ന്, പെട്ടെന്ന് എന്തോ കയറി പിടിച്ചു, ആള് ഒരു 1 വീക്കിനുള്ളിൽ മരിച്ചു. ഇതൊക്കെ ഇത് ഇതൊക്കെ സ്വന്തം ഫാമിലിയിൽ വന്ന മേജർ 2 കാര്യങ്ങളാണ് ഇത് രണ്ടും. അതിനെപ്പറ്റി ഒന്നും ചെയ്യാനോ അതിനെ പ്രവചിക്കാനോ അതിനെ തടുക്കാനോ ഒന്നും പറ്റില്ല. അത് എന്തൊരു അട്ടർ ഇതാന്ന് നോക്കി. ഇത് ഭയങ്കര നമുക്ക് വിഷമമുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ ചിന്തിപ്പിക്കാനായിട്ട് ഈ സാഹചര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ട്. കാരണം സ്വന്തം മോന്റെ ഭാവിയുടെ ഒരു കാര്യമായില്ല, സ്വന്തം ഭർത്താവിന്റെ ഇത്രയും പെട്ടെന്ന് കണ്ണ് നിൽക്കെ അങ്ങനെ പോയ ഒരു ടീമാണ്. അതൊന്നും പറ്റാത്ത ഇത് എന്ത് പ്രയോജനമാണ് ഇത്? അന്ന് എനിക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ്. ആന്റി തട്ടിപ്പാണ്. ആന്റി അറിഞ്ഞാണോ അറിഞ്ഞിട്ടാണെങ്കിലും ആന്റി തട്ടിപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മളിപ്പോ പറഞ്ഞത് ഒരു ടൈപ്പ് പ്രവാചകന്മാരാണ്ട് ബാക്കി ടീമുകളാണ്. സെക്കൻഡ് ടൈപ്പ് എന്നുള്ളത് ഈ പ്യുവർ ബിസിനസ് ആയിട്ടുള്ള നിൽക്കുന്നതാണ്. അവർക്ക് വരവും ഇല്ല, ഒരു മണ്ണാങ്കട്ടില്ല എന്ന് അവർക്കറിയാം. ആൾക്കാരെ ലൂട്ട് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, ചർച്ച ഉണ്ടെങ്കിൽ ഒരു ചെറിയ ചർച്ച ആണെങ്കിൽ അത് വലുതാക്കുക എന്നൊരു ഇത് മാത്രമുള്ള 2 ടൈപ്പാണ്. ആന്റിയുടെ കേസിൽ ആന്റി ഹലൂസിനേറ്റഡ് ആണ്, 100% ആണ്. അത് അങ്ങനെ തന്നെയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഇപ്പം ഗൾഫിലാണ്. എന്റെ സിസ്റ്ററും ഫാമിലി ഇവിടെയാണ്. എന്റെ അളിയൻ ത്രൂ ആണ് എനിക്കിവിടെ ജോബ് കിട്ടിയത്. അപ്പൊ എന്റെ സിസ്റ്ററും അളിയനും പിള്ളേരും എല്ലാം ഇവിടെയാണ്. ഇപ്പം ഒരു വെക്കേഷന് പോയേക്കാണ്. അപ്പോൾ ഇവിടെയും ഈ പെന്തക്കോസിന്റെ സുവിശേഷകരുണ്ട്, ചർച്ചസ് ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ഞാൻ നിൽക്കുന്ന ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ചർച്ചസ് ഉണ്ട്, ടെമ്പിൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പരസ്യമായിട്ടൊന്നൊരു അങ്ങനെ വിളിച്ചു പറയാനോ അതൊന്നും പറ്റുന്നില്ല. നിങ്ങൾക്ക് ചർച്ചിൽ വേണമെങ്കിൽ നടത്തിക്കോ, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ പോയി നടത്തിക്കോ, അങ്ങനെ ജസ്റ്റ്. അപ്പം ഈ പെന്തക്കോസുകാർക്ക് എങ്ങനെയും ആൾക്കാരെ ചേർക്കാന്നുള്ളതാണല്ലോ അവരെയും ജീവിതാഭിലാഷം, ഈ വിശ്വാസത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു 2 പാസ്റ്റർമാര് നമ്മുടെ ഇവിടെ ഈ ഒരു ഏരിയയിൽ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വരാറുണ്ട്. ഓരോ ക്യാമ്പിലും ക്യാമ്പാണ് ഇവരുടെ മെയിൻ ഫോക്കസ്. ക്യാമ്പിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കയറി ചെന്ന് സംസാരിക്കാൻ പറ്റും. അല്ലാതെ ഫ്ലാറ്റോ വീടൊക്കെ ആകുമ്പോഴത്തേക്കും അത് പറ്റില്ല. ഞാൻ നിന്നൊക്കെ ഫസ്റ്റ് ക്യാമ്പിലാണ്, നമ്മുടെ കമ്പനിയുടെ അടുത്ത് തന്നെ ക്യാമ്പിലാണ്. അളിയനും നമ്മുടെ ക്യാമ്പിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു വീട്ടിലാണ്, ചെറിയ വീട്. ഫസ്റ്റ് അവരായിരുന്നു, പിന്നെ അവരിപ്പം ഫ്ലാറ്റിലൊക്കെ മാറി. അപ്പം ഇങ്ങനെ ഈ നമ്മുടെ ക്യാമ്പിലേക്ക് ഇവരൊക്കെ ഇങ്ങനെ കറങ്ങി വരുന്നത്. അപ്പൊ ഇവർ ഓരോരുത്തരുടെ പേര് വയ്ക്കും. ഇപ്പൊ ക്രിസ്ത്യൻ നെയിം ആണെങ്കിൽ ഒന്ന് കാണാൻ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് കയറും. അപ്പം ഇത് ചോദിച്ചു വന്നപ്പോഴത്തേക്കും എന്റെ അളിയനെയാണ് ആദ്യം പൊക്കിയത്. അളിയന്റെ പേര് പറയുമ്പോഴത്തേക്കും അത് പുള്ളിയുടെ വീട് എവിടെയാ എന്നൊക്കെ ചോദിച്ചു. ഇവിടെ ആരൊക്കെ താമസിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അളിയന്റെ വീട് കണ്ട് അങ്ങനെ കയറി അവിടെ സംസാരമായി. അതായത് സംസാരിച്ച്, അപ്പൊ അളിയനും വിശ്വാസിയാണ്. അളിയനൊരു 50% വിശ്വാസിയാണ്, അതായത് നല്ല വിശ്വാസിയാണ്. വേറെ ഒന്നുമില്ല, പള്ളിയിലൊക്കെ പോകും, കുഴപ്പമൊന്നുമില്ല. അപ്പം അളിയനായിട്ട് ഇങ്ങനെ സംസാരിച്ച് വന്ന് ചേച്ചിയായിട്ട് സംസാരിച്ചു. അങ്ങനെ ഇവരെ നൈസായിട്ട് ഇവരെ ചർച്ചിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. കാരണം ഇവര് അല്ലാതെ മർത്തോമയാണെങ്കിൽ വേറെ ഇവിടെ ഒന്നും പോകുന്നില്ല. കാരണം ഒരു ദിവസമാണ് ലീവ് കിട്ടുന്നത്. അളിയനൊക്കെ കിടന്നു ഉറങ്ങും, എല്ലാവരും ഉറങ്ങും. അങ്ങനെ ഇവര് ഇങ്ങനെ പറഞ്ഞ് അന്ന് ഇവര് കുട്ടികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വന്നു തുടങ്ങിയാണ് ഇവര്. അപ്പൊ ഈ സൈഡ് ഇവിടെ നിന്നും ഉണ്ട് പ്രാർത്ഥനകളുണ്ട്, കുട്ടി ഉണ്ടാവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് അളിയൻ പോയി തുടങ്ങി. പിന്നെ ഇടയ്ക്ക് എന്റെ അമ്മ ഇവിടെ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ താമസിച്ചത് അളിയന്റെ ചേച്ചിനും കൂടെയാണ്. അപ്പം അമ്മയും പോയി തുടങ്ങി, ഇവര് പോയി തുടങ്ങി. ഞാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്ക് ഇവർ ഇരിക്കുന്നുണ്ട്, എന്റെ അടുത്ത് കഥകളൊക്കെ പറയും. നീ എന്താ വരാത്തതെന്നൊക്കെ ചോദിക്കും.
എന്നിട്ട് എനിക്കൊരു ദിവസം ആണ് ഓഫ് കിട്ടുന്നത്. അത് രാവിലെ ക്രിക്കറ്റ് കളിയുണ്ട്, ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങും. പിന്നെ പിന്നെ വന്ന് 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 ഇവർക്ക് മനസ്സിലായി ബാക്കിയുള്ളവർ വരുന്നുണ്ട്, ഇവൻ മാത്രമാണ് നിൽക്കുന്നത്, ഇവനും കൂടി പൊക്കി കഴിഞ്ഞാൽ സെറ്റ് ആവും, ബാക്കിയെല്ലാം സെറ്റ് ആവും എന്ന് ഇത് തോന്നിയിട്ട് അപ്പൊ എന്റെ അടുത്ത് ഇതുപോലെ കഥകളും ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കഥകളൊക്കെ കറക്റ്റാണ്, പക്ഷെ അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഇതാണ്, ഞാൻ മറ്റേ നമ്മള് പണ്ടത്തെ വൈലസിന്റെയും, കാരണം ഇവർക്ക് ഈ ഹിസ്റ്ററിയോ ഇതൊന്നും അറിയില്ല, ഇതിനെപ്പറ്റി ഒന്നും വലിയ ധാരണകളില്ല. കാരണം നമുക്ക് ഈ കാനായി ദേശത്ത് ഈ എബ്രാമിന്റെ ഇത് തൊട്ട് ഇവര് എബ്രാമിന്റെ ഇതൊക്കെ നമ്മൾ, പക്ഷെ അതിനെ പറ്റിയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഐഡിയ ഉണ്ട്. അവിടെ എത്തി എങ്ങനെയാണ്, ഇവിടെ എത്തിയാണ്, പിന്നെ ഈജിപ്തിൽ വന്ന് എങ്ങനെയാണ്, തിരിച്ച് അവിടെയൊക്കെയുള്ള യാത്ര ഇതൊക്കെ പറ്റി നമുക്കറിയാം. അപ്പൊ അവര് കോൺട്രഡിക്റ്റ് പറയുമ്പോഴത്തേക്ക് ഞാൻ തർക്കിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി ഇവനാക്കിയാലാണ് കുറച്ചുകൂടിയും ഇത് കിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ള 3 പേര് ഈസി ടാർഗറ്റ് ആണ്, അവരെന്തായാലും വരും. ഇവനെ കൂടി പൊക്കി കഴിഞ്ഞാൽ അത്രയും നമുക്ക് അനുഗ്രഹം കിട്ടുന്നിട്ട് എന്റെ പുറകെ തൂങ്ങി. ഇവരാദ്യം ഭയങ്കര സ്നേഹവും ഇതൊക്കെ പറഞ്ഞു തുടങ്ങി, അവര് പിന്നെ പേടിപ്പിക്കാൻ തുടങ്ങി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ഒരു ദിവസം, അതായത് അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അളിയനുണ്ട്, അവരവിടെ വന്ന് ചായയൊക്കെ കൊടുത്ത് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥനയുടെ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്റെ റൂമിൽ നിന്ന് അപ്പോഴാണ് വണ്ടി എടുത്തുകൊണ്ട് ചെല്ലുന്നത്. കയറിയപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഹായ് ഹലോ ഒക്കെ കൊടുത്ത്, അപ്പോഴത്തേക്കും അവര് നെക്സ്റ്റ് ഈ പേടിപ്പെടുത്തുന്ന ഇതിലേക്കേ, ഇങ്ങനെയാണ് കാര്യങ്ങള്, ഇതിനകത്ത് വന്നിട്ടെങ്കിൽ നിന്നെ തീ വിഴുങ്ങും, നീ നരകത്തില് ഇത്രയുള്ള അട്ടകള്, അത് ഇത് മുള്ള്, അത് നിന്റെ ഭൂമി, ഇത് നിന്റെ ആരോഗ്യം, നീ ഇത്ര പൊക്കം വണ്ണം തൊട്ട് അവിടെ ഒന്നും അങ്ങനെയൊന്നുമില്ല, നിന്നെ വിഴുങ്ങും, നിന്നെ തീയാണ്, അന്ധകാരം വഹിക്കും, അത് വഹിക്കും, നമ്മുടെ ഭാവി തലമുറ അന്ധകാരത്തിലാവും, അങ്ങനൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് അമ്മയ്ക്കൊക്കെ പേടി കേട്ടോ. അമ്മയ്ക്ക് അപ്പത്തേക്കും ഗ്ലോറി എന്ന് പറഞ്ഞിട്ട് എന്റെ മോനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ വെച്ചിട്ട് അമ്മയ്ക്കൊക്കെ ഇമോഷണൽ ആവും. കാരണം ആരെങ്കിലുമൊക്കെ സ്വന്തം മോനെ നോക്കി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അവരും ഒന്ന് പേടിക്കൂലോ. അപ്പൊ ഞാൻ അനങ്ങാതെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടോക്ക് വന്നത്, ഈ എബ്രാമിന്റെ കേസ് പറഞ്ഞിട്ട് അങ്ങനെയല്ല ഫാസ്റ്റർ, അതിനകത്ത് ഇങ്ങനെയാണല്ലോ എന്ന് ഇവര് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്റെ അടുത്ത് ചൂടായി. നീ പാസ്റ്ററിന്റെ അടുത്ത് നിന്റെ തലതല എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തലതല്ല പറഞ്ഞത്, പുള്ളി പറഞ്ഞ കാര്യം ക്ലിയർ അല്ല, കറക്റ്റ് അല്ല, അത് കറക്റ്റായി കൊടുത്താന്നുണ്ട്, അതുകൊണ്ട് പുള്ളി വേറെ ഒന്നും പറഞ്ഞില്ല, പുള്ളി തുപ്പ് അടിച്ചിട്ട് പോയില്ലെന്ന് ചോദിച്ചു. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഞാൻ പറയാൻ വിട്ടുപോയി. എന്നിട്ട് പിന്നെ പിന്നെ വന്നു ഇതുപോലൊരു ദിവസം. കാരണം ഇവര് റെഗുലറായിട്ട് എനിക്ക് 1 കൊല്ലം അടുപ്പിച്ച് പോയി ചർച്ചിൽ. അപ്പൊ ഇവര് എന്റെ അളിയൻ ഇവാഞ്ചലിക്കലാണ്, ചേച്ചി മർത്തോമയായിരുന്നു. ഇവരെ കഴിച്ചിട്ട് ഇപ്പൊ ഇവാഞ്ചലിക്കൽ ചർച്ചിലാണ് പോയത്. എന്നിട്ട് ഇവരിപ്പോ എന്തായാലും ഫസ്റ്റ് ടാർഗറ്റ് കഴിഞ്ഞല്ലോ, ഇവരെ ചേർത്ത് ഇനി നെക്സ്റ്റ് എന്താണ് വേണ്ടത്? സ്നാനം കഴിപ്പിച്ച് സ്വർണ്ണ കൂരി ഇവരുടെ കറക്റ്റ് അതിൽ പോയാലാണുള്ള കാര്യമുള്ളൂ. എന്നിട്ട് ഒരു ദിവസം ഇതുപോലെ വന്നിട്ട് അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല അവിടെ, അളിയൻ്റെ അടുത്ത് പറഞ്ഞാണ് സ്നാനത്തിന്റെ കാര്യം പറഞ്ഞു. സ്നാനം ചെയ്യണം, അതാണ് അങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുള്ളൂ. അന്ത്യനാളിൽ യേശു വരുമ്പോൾ ചെക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. സ്നാനപ്പെട്ടവർ, സ്വർണം ഇല്ലാത്തവർ, അതുള്ളവർ, ഇത് വിഗ്രഹാരാധകർ, ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് മറ്റേ ഇത് ന്യായവിധി എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന്. അപ്പത്തേക്ക് അളിയന് കാര്യം പിടുത്തായി. അളിയന് അപ്പോഴാണ് ട്രാപ്പായ ഇത് മനസ്സിലായത്. അളിയൻ അപ്പൊ തന്നെ പറഞ്ഞു, അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല, നമ്മളിപ്പം പാസ്റ്റർ നമ്മുടെ അടുത്ത് സഹകരിക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിൽ വരുന്നുണ്ട്, ഒരു സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ട് നമ്മൾ ചർച്ചിൽ നമ്മൾ ദൈവത്തിനെ ആരാധിക്കണം എന്നുള്ളൊരു ഇത് വരുന്നതാണ്. സ്നാനത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല, അതങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷനും അല്ല, അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ നോക്കുന്നില്ല, പിന്നെ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു. അപ്പോഴേ പുള്ളിക്ക് എന്നാ ശരി പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് പോയി. ഈ കേസ് ഞാൻ അളിയന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അതുവരെ ഞാൻ ഇവരുടെ അടുത്ത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തോന്നുന്നു അറിയാം അവരുടെ ഉദ്ദേശം ഇതാണ്, അവർക്ക് നിങ്ങളുടെ പൈസയോ നിങ്ങൾ അവിടെ പോണേന്നല്ല, അവർ നിങ്ങളെ സ്നാനപ്പെടുത്തി ഈ വിശ്വാസത്തിലേക്ക് വരുത്താൻ ഉള്ള പരിപാടിയാണിത്. സെയിം ലൈക്ക് മുസ്ലിംസ് അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇത് കിട്ടും, അതിനു വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പൊ അളിയൻ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഇങ്ങനത്തെ സ്ഥാനപ്പെടുത്തുന്ന പരിപാടി ഞാൻ നിൽക്കേ വഴിയില്ല. അളിയൻ പോകണ്ടെന്ന് ഞാൻ പറയാനുള്ള, അതാണ് എന്റെ ഇഷ്ടം. പക്ഷെ അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞു. അളിയന് ഓക്കെ ആണെങ്കിൽ ചെയ്തോ, പക്ഷെ അത് കറക്റ്റ് വേ അല്ലെന്ന് ഞാൻ പറഞ്ഞു. നമുക്കങ്ങനെ തോന്നുമ്പോൾ നമ്മൾ തന്നെ ചെയ്യൂല, അല്ലാതെ വെറുതെ അവർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനൊന്നും പാടില്ല, അത് വേറെ കേസ്. ഇതിപ്പോ ഇവരായിട്ട് വ്യത്യാസമൊന്നുമില്ല, മുസ്ലിംസായിട്ട് വ്യത്യാസമൊന്നുമില്ല, സെയിം ഇത് തന്നെയാണല്ലേ.
അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിൽ കൊല്ലുന്നില്ല പിന്നെ എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെ 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 പക്ഷെ അതെ അതെ അവരെയൊക്കെ മെന്റലി നമ്മളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. മെന്റലി ആണ് ആ ഇവരുടെ അതെ അതെ പരിപാടി. അതെ പിന്നീട് ഇനിയിപ്പം അളിയനൊക്കെ ഫേസ് ചെയ്യാം. ആ ചർച്ചിൽ പോകുന്നുണ്ടെങ്കിലും അളിയനൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓരോ പാറ്റേൺ ഉണ്ട്, നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ഈ സ്വർണം ഊരുന്നതിൻ്റെതായിട്ടുള്ള പ്രസംഗങ്ങൾ ഇനിയും വരും, അല്ലെങ്കിൽ സ്നാനപ്പെട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ ന്യായവിധിയെക്കുറിച്ചും ഉള്ള പ്രസംഗങ്ങളായിരിക്കും ഇനി അവരുടെ മുഴുവൻ സമയത്തെയും പരിപാടി. ഇനി ഇവര് സ്നാനപ്പെടുന്നത് വരെ ആ പ്രസംഗം തന്നെയായിരിക്കും. പിന്നീട് നമുക്കൊരു നടക്കും. പാറ്റേൺ പോലെ കാണാൻ പറ്റും. പുതിയ ആൾക്കാർ വരുന്നു, അന്നേരം കുറെ നാൾ ഒരു 6 മാസത്തോളം ഒരു സ്നേഹത്തിന്റെ പ്രസംഗം, അത് കഴിഞ്ഞിട്ട് പിന്നെ വരട്ടലെ ആ പരിപാടി. ഇവര് ഏക്കുന്നില്ലെങ്കിൽ ആദ്യം ഇതുപോലെ ആ മര്യാദയ്ക്ക് സ്നേഹത്തോടെ പറഞ്ഞു നോക്കും, ഏറ്റില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് വരട്ട് തുടങ്ങും. കേട്ടോ. തീ അഗ്നിനാളി തീ വിഴുങ്ങും, അന്ധകാരം അതെ, വഹിക്കും. ഒരു പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൂട്ട് തന്നെ ക്യാമ്പുകളെ കേന്ദ്രീകരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ആൾക്കാരും ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് അതെ ഒറ്റയ്ക്ക് താമസിക്കും. അവർക്ക് ലോൺലിനെസ് എന്ന് അതെ. പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മനുഷ്യരാണല്ലോ, നമ്മൾ സാമൂഹിക ജീവികളാണ്. അപ്പൊ അവർ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. ഈ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് ഉം. പറഞ്ഞാൽ എത്ര 6 7 ദിവസം, എത്ര ദിവസമാണ് ജോലി? 5 6 ഏതാ? 6 ജൂലൈ ദിവസം 5. ആയിരിക്കുമല്ലോ ജോലി. ആ അതെ അതെ അതെ, ഫ്രൈഡേ ഒറ്റ ദിവസമായിരിക്കും ലീവ്. ഫ്രൈഡേ ഒറ്റ ആ ദിവസം ഉണ്ടാവുള്ളൂ. അത്രയും ദിവസം ആ പണിയെടുത്തിട്ട് ഒരു മനുഷ്യരെ കാണുന്നില്ല. അവര് റെപ്പറ്റേറ്റീവ് ആയിട്ട് ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരേ പരിപാടി ചെയ്യുന്നു. അതിന് ദിവസം ഒരു ദിവസം സമയം കിട്ടുന്നു, അപ്പൊ മനുഷ്യരെ കാണാൻ പറ്റുന്നില്ല. അന്നേരം ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ഇവരുടെ അടുക്കെ വന്നിട്ട് ഈ സ്നേഹത്തോടെ രണ്ട് സംസാരം സംസാരിക്കുമ്പോഴത്തേന് ഇവര് ചെയ്യും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൂട്ടായ്മയും ആളുകളെ കണ്ടും സ്നേഹിച്ചും ഈ ഒരു സ്നേഹം കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഇവരുടെ മനസ്സിൽ മറ്റേതാണ്, ഈ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിമുകൾ എങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നു അതേപോലെ വന്നിട്ട് ആദ്യം സ്നേഹം നടിക്കുന്നു, പിന്നീട് കുറെ നാൾ നമ്മുടെ കൂടെ ചേർത്ത് ആദ്യം ചെല്ലുന്ന ഒരു സമയത്ത് ഇവരുടെ ഒരു സ്നേഹമൊക്കെ ഉണ്ട്, അതിലങ്ങ് വീണുപോകും. പാവപ്പെട്ട മനുഷ്യർ വീണുപോകും ആ അതെ ഒരു അതെ സ്നേഹപ്രകടനത്തിന്റെ അതെ മേളിൽ. അതെ. അതിനകത്ത് ഞാനൊരു വലിയ എക്സാമ്പിൾ പറഞ്ഞാണ് അത്. ഞാൻ അവര് അത് ഇമോഷണൽ കൊണ്ട് അവരുടെ സ്നേഹം കൊണ്ട് ചെയ്താണെന്നോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ചെയ്താണെന്നോ ഞാൻ അത് ജഡ്ജ് ചെയ്യുന്നില്ല. കാരണം ഈ ചേച്ചിയുടെ അണിയന്റെ കുട്ടികൾക്ക് ഒരു ടിൻസ് ആണ്. അപ്പം അവർക്ക് രണ്ടുപേർക്ക് ഇതുപോലെ ഒരു പെട്ടെന്ന് ഒരു ന്യൂമോണിയ പോലെ വന്നിട്ട് രണ്ടുപേരും ഹോസ്പിറ്റലൈസ് ആയി. നമ്മളൊക്കെ ആകെ പേടിച്ച്, നമ്മളൊക്കെ ആകെ ഭയങ്കര ടെൻഷൻ ഒക്കെ ആയി പോയപ്പോഴത്തേക്കും ഇവര് ഒരു 10 ദിവസം അടുപ്പിച്ച് അവർ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം എല്ലാ ദിവസവും ഇവര് വരായിരുന്നു. എല്ലാ ദിവസവും വന്നു ഇവര് ഭയങ്കര ഹെൽപ്പ് ചെയ്ത് ഫുഡും വീട്ടിൽ നിന്ന് ചോറും ചായയും ചൂടുവെള്ളവും നമുക്ക് ഒന്നിനും പുറത്ത് പോകേണ്ട ഒന്നല്ല, എല്ലാം അവര് കൊണ്ടുവന്ന് തന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ട് പോവാം അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചോണ്ട് പോവാന്നൊക്കെ ഉള്ളതിന് ഞാൻ ഓക്കെയാണ്. കാരണം ചേച്ചി ആളിനെ അവിടെ നിൽക്കും, ഞാനിവിടെ വരും, അവർക്കുള്ള ഡ്രസ്സും ഒക്കെ അവർക്ക് കൊടുത്ത് ഞാൻ ഓക്കെ. പക്ഷെ നമ്മളൊക്കെ അവിടെ എത്തുന്നതിന് മുമ്പ് ഇവര് ചോറും ചായയും ഫ്ലാസ്കും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കാണ്. വേണമെങ്കിൽ നീയും വെച്ചത് അവിടെ ഉണ്ട്, വേറെ എക്സ്ട്രാ പൊതിയൊക്കെ ആയിട്ടാണ് വരുന്നത് ടീമുകൾ. അപ്പം അതൊന്ന് അത് ഞാൻ ജഡ്ജ് ശ്രദ്ധിച്ചാൽ മതി. ചെയ്തില്ല. ഞാൻ- അല്ല, അതൊന്ന് കാരണം അത് ശ്രദ്ധിച്ചാൽ മതി. അവര് നമ്മൾ ഈ ആ പുതുതായിട്ട് വന്ന് കംപ്ലീറ്റ് അവരുടെ കൂട്ടത്തിലാകാത്ത ഒരാളോട് വേറൊരു രീതിയിലായിരിക്കും പെരുമാറ്റം. ഇനി നേരെ മറിച്ച് ആ പല വർഷമായിട്ട് ഇവരുടെ തന്നെ വിശ്വാസിയാണെങ്കിൽ ഇത്ര ഒരു ടേക്ക് കെയറിങ്ങും കാര്യങ്ങളും കാണത്തില്ല. ഓക്കെ. അതെ അതെ അതെ, അങ്ങനെ അങ്ങനെ അവനാണ് സാധ്യതയുള്ളൂ. കാരണം ഇവര് ഫസ്റ്റ് എന്റെ അളിയനാണ് പോയി തുടങ്ങിയത്. പിന്നെ ഫാമിലിനൊക്കെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ ചേച്ചിയും പിള്ളേരൊക്കെ ആയിട്ട് പോയി തുടങ്ങിയത്. അപ്പം ഇവര് ചേച്ചി വന്ന് പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു കെയറിങ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് അപ്പോഴേ തോന്നിയത്. കാരണം ഞങ്ങൾക്ക് അതിനുള്ള കുഴപ്പമില്ല, ഫുഡിനാണെങ്കിലും ഡ്രസ്സിനൊക്കെ ആണെങ്കിലും ഞാനുണ്ട്, അങ്ങോട്ട് പോകാനും വരാനൊക്കെ ഉണ്ടായത്. പക്ഷെ ഞാൻ അതിനെ ജഡ്ജ് ചെയ്യുന്നില്ല. മേ ബി അവര് സ്നേഹം കൊണ്ട് കാര്യം കൊണ്ട് മനുഷ്യന്മാരാണല്ലോ, ചെയ്തായിരിക്കാം. പക്ഷെ ഈ ഒരു രീതിയിലാണ് ചെയ്തെങ്കിൽ അതിന്റെ ഒരു പാറ്റേൺ അതുപോലെ വരുന്നുണ്ട്. വന്ന് 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 സ്നാനത്തിന് കേസിൽ വന്ന് പറഞ്ഞിരുന്നുണ്ട്. അത് അളിയൻ അത്രയും എനിക്കറിയാമുള്ള ശരിക്കും ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞാൽ അളിയൻ വീണു പോകുന്ന വിചാരിച്ചത്. കാരണം അളിയനും അത്ര നല്ല വിശ്വാസിയാണ്. പക്ഷെ അളിയൻ അന്ന് ഒരു നോ പറഞ്ഞു. അത് പറഞ്ഞത് നന്നായിട്ടുണ്ട്. അപ്പം അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിച്ചു തുടങ്ങി, പ്രായമായി, കുറെ ബുക്കുകളും ഇതും അതിനകത്തൊക്കെ നിങ്ങളുടെ കുറെ വീഡിയോസിനെ പറ്റിയൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ബ്രോയുടെ വീഡിയോയിലൊക്കെ ഞാൻ എത്തുന്നത് മറ്റേ ആരിഫ് ഹുസൈൻ്റെ അവിടെ നിന്നാണ്. ഞാൻ ഈ ഇടയ്ക്ക് മുസ്ലിമും അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കി. ഇതായിരിക്കും ശരി. അതിന് വേറൊരു ഇത് കൂടി ഉണ്ട്. അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു പുള്ളി, അത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സെയിൽസിലാണ്. ഞാൻ ആദ്യം വന്നത് ഇവിടെ മാർക്കറ്റിങ്ങിലാണ്. അന്ന് ഓഫീസ് ജോബ് ആയിരുന്നു. ഓഫീസിൽ നിൽക്കുക, അവിടുത്തെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇപ്പൊ സെയിൽസ് പുറത്ത് ഇതാണ്, നമ്മുടെ സെയിൽസിൽ റൂട്ടിൽ പോകണം,
അവിടുന്ന് കാര്യങ്ങളൊക്കെ ഓർഡർ എടുക്കണം, പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം അതൊരു സീനിയർ ആയിട്ടുള്ള ഒരാളായിരുന്നു അത് നോക്കിക്കൊണ്ടിരുന്നത്. 10-65 വയസ്സുള്ള പുള്ളിയായിരുന്നു. അപ്പൊ പുള്ളി നിർത്തിപ്പോയ ആ റൂട്ടിലേക്കാണ് ഞാൻ പിന്നെ കയറുന്നത്. അപ്പൊ പുള്ളി നിർത്തി പോവാന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു 10-15 ദിവസം പുള്ളിയുടെ കൂടെ നമുക്ക് പോകണം. കാരണം കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, കുറേ ഷോപ്സ് ഉണ്ട്, അതെല്ലാം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് വാങ്ങണം, കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പൊ ആ പുള്ളി ഒരു ബീഹാർ മുസ്ലിമാണ്, ബീഹാറിയാണ്, മുസ്ലിമാണ്. അപ്പം പുള്ളിക്ക് പുള്ളിയുടെ പ്രായമൊക്കെ അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. 35 വയസ്സായി, ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഹിസ് ലൈഫാണ്. അപ്പം ആസ് പെർ മുസ്ലിംസിന്റെ വിശ്വാസം അറിയാലോ, അവർക്ക് എത്ര പേര് ഇതിനകത്തേക്ക് ചേർക്കുന്നോ അത്രത്തോളം ഇത് കിട്ടുമെന്നാണ്, അനുഗ്രഹം കിട്ടും അവർക്ക്. ആഫ്റ്റർ ലൈഫ് അവർക്ക് അതിനുള്ള പ്രതിഫലങ്ങൾ കിട്ടും, ഇത് കിട്ടും. അപ്പൊ ഞാൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും 10-15 ദിവസം ഡെയിലി പുള്ളിയുടെ കൂടെയാണ് പോകുന്നത്. നമ്മൾ 8-9 മണിക്കൂർ മൊത്തം പുള്ളിയുടെ കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ പുള്ളിയുടെ അടുത്ത് കഥകളൊക്കെ പറയും, ബൈബിളിലെ ആ കഥ. ഇതും ഇവരുടെ ടാക്ടിക്സ് ഭയങ്കര കണ്ണിങ് കേട്ടോ. ഇത് നമ്മുടെ ബൈബിളിലാണ് തുടങ്ങുന്നത്. പഴയ നിയമമൊക്കെ ഇവരുടെയായിട്ട് ഏറെക്കുറെ സെയിം ആണ്, പേരുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അതിനകത്തൊരു കഥ അറിയില്ല. അതിനകത്ത് നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കണം, എന്നും ദൈവമേ ഉള്ളൂ നമുക്ക് പിടിവലിയായിട്ട്. അങ്ങനെ അതാണ് വിശ്വാസം. പിന്നെ അതിനകത്ത് അങ്ങനെ ഓരോ കഥകളിൽ നിന്ന് തുടങ്ങി തുടങ്ങി ലാസ്റ്റ് യേശു വരെ വരും. യേശുവിന്റെ അവിടെ വരെ നമ്മളൊക്കെ. അപ്പൊ ഞാൻ അത് ബൈബിളിലുണ്ട്, അങ്ങനെയുണ്ട്. ഞാനങ്ങനെ ബൈബിളൊന്നും വായിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ നിൽക്കും. കാരണം ആൾ അത്ര പ്രായമുള്ളതാണ്, നമ്മൾ അത്ര പുതിയ ഒരു ചെറിയ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പൊ വലുതായിട്ട് നമുക്ക് കയർത്തോ ഇതോ, പ്രത്യേകിച്ച് ഇവിടെ ആയതുകൊണ്ട്, ഗൾഫിലും കൂടെ ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പൊ നമ്മള് സെൻസ് കുറച്ചൊക്കെ നമ്മുടെ വിശ്വാസം അതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിൽക്കേണ്ട സ്ഥലത്ത് നമ്മൾ അങ്ങനെ നിന്നിട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ ഞാനത് കേട്ടിട്ട് ആ തലയാട്ടി വിടുന്ന അതന്നെ ഉള്ളൂ. അങ്ങനെ പുള്ളി യേശുവിന്റെ അവിടെ വന്നപ്പോഴത്തേക്കും പുള്ളിയുടെ ടോൺ മാറും, എല്ലാം മാറും. കാരണം അപ്പോഴേ ഒരു 5-6 ദിവസം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ പുള്ളിക്ക് മനസ്സിലായി ഇനി അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. യേശുവിന്റെ കേസ് വന്നു. യേശുവിന്റെ കേസ് വന്നപ്പോഴത്തേക്കും സെയിം ഡയലോഗ്, സെയിം കാര്യങ്ങൾ. അത് യേശു മനുഷ്യനാണ്, ദൈവം എങ്ങനെ മനുഷ്യനാവുന്നത്? ദൈവത്തിന് ഒരിക്കലും മനുഷ്യനാവാൻ പറ്റില്ല, അത് ഇമ്പോസിബിൾ ആണ്. മനുഷ്യന് ദൈവം പറ്റുമോ? ദൈവമാവാൻ പറ്റുമോ? പറ്റൂല. എനിക്ക് ദൈവം പറ്റും? പറ്റൂല. ആർക്കും പറ്റൂല. അതുപോലെ തന്നെയാണ് ദൈവത്തിന് മനുഷ്യനാവാൻ പറ്റില്ല. കാരണം അങ്ങനെ കഴിഞ്ഞാൽ അതിന്റെ ഇത് പോലെ ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ അതിനകത്ത് പോയില്ലേ. അങ്ങനെയൊക്കെ ചോദിച്ച് 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 അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പുള്ളി അടുത്ത ദിവസം ഈ യേശുവിന്റെ കേസിൽ 2 ദിവസം പുള്ളി ഓടിച്ചു. അടുത്ത ദിവസം വന്നപ്പോഴത്തേക്കും പുള്ളി ഒരു ഖുറാനായിട്ട് വന്ന് ഖുറാനായിട്ട് വന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അത് ഈ ഞാൻ പേര് പറയുന്നുണ്ട്, ഒന്ന് ചെയ്യണം. മ്യൂട്ട് ചെയ്തോ? ആ അപ്പൊ ഞാൻ പുള്ളി പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്കും ഖുറാന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിട്ട് വന്നിട്ട് നീ ഇത് വായിക്കും. കാരണം ഇത് വായിക്കുമ്പോഴത്തേക്കും നിനക്ക് കുറെ അറിവുകളുണ്ട്, നിനക്ക് ബൈബിളൊക്കെ, നിനക്ക് കഥകളെല്ലാം അറിയാം. പക്ഷെ അതിലും കൂടുതൽ അറിവുകൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മരണാന്തര ജീവിതത്തിലേക്ക് ആവശ്യമാണ്. ഇതിൽ നിന്ന് നിനക്കത് കിട്ടുന്നിട്ട് ഈ സാധനം തന്നു. ഈ സാധനം എന്ന് വെച്ചാൽ ബൈബിള് എന്റെ കയ്യിലുണ്ട്. ഞാൻ വീട്ടിൽ തന്നു വെച്ചത്. ഞാൻ വായിക്കാറൊന്നുമില്ല. അമ്മ എന്നാണ്, ഞാൻ ഒരു റെസ്പെക്ട് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വായിക്കാറൊന്നുമില്ല. കാരണം നമുക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഒരാൾ ഇങ്ങനെ തരുമ്പോഴത്തേക്ക് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ ഫോളോ ചെയ്യുന്നില്ല, വായിക്കുന്നില്ല എന്നുള്ളൂ. ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ അതുപോലെ വന്ന് വെച്ചിട്ടുണ്ട്. എന്റെ റൂമിൽ ഇരിക്കുന്നുണ്ട് നല്ല ഭദ്രമായിട്ട്. അതുപോലെ തന്നെ ഒരു പേജ് പോലും അനക്കിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, പുള്ളി ലാസ്റ്റ് മൊമെന്റ് വരെ എന്നെ പിടിച്ചായിരുന്നു. പുള്ളി വിചാരിച്ചു ഞാൻ മാറും എന്ന് വിചാരിച്ചു. കാരണം ഞാൻ പുള്ളി പറഞ്ഞതൊക്കെ ഞാൻ ഓക്കെ പറയുന്നുണ്ട്, തലയാട്ടുന്നുണ്ട്. ഇവന് എന്തെങ്കിലുമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരു ഹൂറിയെങ്കിൽ ഹൂറി, കൂടുതൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു ഇതില് നിക്കണേ അത്. എന്നിട്ട് പുള്ളി നാട്ടിൽ പോയിട്ട് പുള്ളിക്ക് ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഒരു ദാവ പരിപാടി പോലെയൊക്കെയാണ്. അപ്പോഴും എനിക്ക് ഈ പുള്ളിയുടെ തീവ്രത ഞാൻ കൂടെ പോയപ്പോഴാണ് ഞാൻ മനസ്സിലാവുന്നത്. ഞാൻ ഒരു കൊല്ലമായിട്ട് അല്ലാതെ എനിക്ക് അറിയായിരുന്നു. ഈ 10-15 ദിവസം കൂടെ പോയിട്ട് ആണ് പുള്ളിയുടെ പീക്കായത്. കാരണം പുള്ളിക്ക് മനസ്സിലായി പുള്ളിയുടെ ജോലി ഇപ്പം പുള്ളി നിർത്താൻ പോകണം. ഈ നാട്ടിൽ പോയിട്ട് അധികം ആളുണ്ടാവില്ല. മാക്സിമം ആൾക്കാരെ പിടിക്കുക, കിട്ടുന്നത് എന്താണ് കിട്ടുക, അത്ര കാര്യം എന്ന് വിചാരിച്ചിട്ട് നിന്ന ടീമാണ്. അങ്ങനെ പുള്ളിയുടെ എപ്പിസോഡ് കഴിഞ്ഞ് പുള്ളിയായിട്ട് നാട്ടിൽ പോയിട്ട് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ? കാര്യം പുള്ളിയുടെ റൂട്ടാണല്ലോ നോക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് ചോദിക്കും, ഇന്ന് ഏത് ആയത്താണ് വായിച്ചത്, ഇന്ന് ഏത് ഇതാണ് വായിച്ചതെന്നൊക്കെ ചോദിക്കും. ഞാൻ പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാനൊന്നും വായിച്ചിട്ട്, കാരണം ഇവിടെ ഉള്ള സമയത്ത് ആള് സീനിയർ ആളാണ്, ഇതാണ്, എനിക്ക് റെസ്പെക്റ്റ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം. ഞാൻ പറഞ്ഞു ഞാൻ ഇതൊന്നും വായിച്ചിട്ടില്ല. നിങ്ങൾ അന്ന് ആ ബുക്ക് അതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്, അറിവും കൊടുത്തിട്ടില്ല, എറിഞ്ഞ് കളഞ്ഞിട്ടൊന്നുമില്ല.
ഒരു ആയത്ത് വായിച്ചല്ലോ, ഒന്നും വായിച്ചല്ല, ഞാൻ ബൈബിൾ പോലും വായിക്കണ്ട, പിന്നെ ഇത് വായിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിട്ട്. പിന്നെ പുള്ളിക്ക് മനസ്സിലായി ഇത് ഏറ്റില്ല, ഒരു മാസം കൂടി കിട്ടിയെങ്കിൽ ഒന്ന് കറക്കായി എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വിട്ട്. അപ്പം ഇതാണ് ഒരു ഇതുവരെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെ പറഞ്ഞിട്ടുണ്ട് എല്ലാം, ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പം ഈ എനിക്ക് ഞാൻ പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് പോയിട്ടില്ല. ഒരു ഇൻഫാക്ച്വേഷൻ വന്നിട്ടുണ്ട്, പക്ഷെ അതിലേക്ക് എന്റെ പെട്ടുപോയിട്ടില്ല. എന്റെ ചുറ്റുപാടും ഇത് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ഒരിടയ്ക്ക് ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. ചർച്ചസിന് ഞാൻ പോയിട്ടുണ്ട്. ചർച്ചസിൽ ഇഷ്ടംപോലെ ചർച്ചകളിൽ പോയിട്ടുണ്ട്. കാരണം ഞാൻ പറയാലോ, ഞാൻ പറഞ്ഞ പോലെ എന്റെ അങ്കിൾസ് ആന്റീസ് എല്ലാവരും ഈ വിശ്വാസം ഉള്ളതുകൊണ്ട് അവരുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും അവരുടെ കൂടെ പോയിട്ടുണ്ട്. അതിനകത്ത് ഈ 4 പേരുള്ള ചർച്ച തൊട്ട് 100 ഉം. 200 പേരുള്ള ചർച്ച വരെ ഉണ്ട്. എന്റെ ഒരു അങ്കിളിന്റെ ചർച്ചിൽ ആകെയുള്ള 4 പേരാണ്. 4 പേരില് നാലല്ല 6 പേര്, സോറി 6 പേരാണ് ഉള്ളത്. 6 പേരില് 3 പേര് എന്റെ അങ്കിളിന്റെ ഫാമിലിയിൽ നിന്ന് വന്ന ടീമുകളാണ്. നടക്കുന്നത്. ഉം. അതെ, അങ്ങനത്തുള്ള ചർച്ചസ് തൊട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ റെഗുലർ ആയിട്ടല്ല, നമ്മളവിടെ ഒരാഴ്ച 2 ആഴ്ച നിൽക്കാൻ പോകുമ്പോൾ ഒരു വീക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകും. അങ്ങനെ പോകുമ്പോഴത്തേക്കും പൊതുവായിട്ട് കണ്ടിട്ടുള്ളത്, നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ വിശ്വാസങ്ങളുടെ ഒരു അവരുടെ വിശ്വാസത്തിന്റെ തീവ്രത വെച്ച് അളക്കുമ്പോഴത്തേക്കും ഒരറ്റത്ത് കാത്തലിക്സ് ആണ്, ഈ ഏറ്റവും എൻഡില് പെന്തക്കോസ് ആണ്. ആ പെന്തക്കോസ് കഴിഞ്ഞിട്ട് ഒരു പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് യഹോവ സാക്ഷിക്കാര്. അത് അതെ, അതെ, ഭയങ്കര പീക്കാണ്. പിന്നെ അതെ. അതിനെപ്പറ്റി എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ അതിനെപ്പറ്റി കുറേ നമ്മൾ പഠിച്ചു കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞാൻ എന്നിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കല്യാണത്തിന്റെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. ഉം. പെന്തക്കോസുകാരാണെങ്കിൽ വിശ്വാസിയാണോ ചർച്ച ചോദിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ആക്കാനെങ്കിലും നോക്കും. ഇവര് അതെ, ആ ആ ഒരു ഇതിന് നിൽക്കില്ല. കാരണം നമ്മൾ അതല്ല, നമ്മൾ വന്നത് അങ്ങനെയല്ല. ഈ അവിടെ കട്ട് ഓഫ് ആയി, വേറെ അവിടെ വർത്താനം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ ഭയങ്കര എക്സ്പാൻഡും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത്. അവർക്ക് അതെ, ആ തലമുറയായിട്ട് പാരമ്പര്യമായിട്ട് വന്ന ആൾക്കാർ മതി, അവരെ ആണ് കറക്റ്റ്. പെന്തക്കോസ്തുകാരാണെങ്കിൽ നമ്മളെ ഇതിനകത്തേക്ക് ആക്കാൻ നോക്കും. അതെ, നമ്മൾ അതെ. ചർച്ച കാര്യങ്ങളൊക്കെ ചോദിച്ച് എങ്ങനെയും ഇതിനകത്തേക്ക് ആക്കി സ്വർണ്ണം ഊരുക അത് ഊരുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കും. അപ്പം കാത്തലിക്സ്, പിന്നെ ഒരു ഓർത്തഡോക്സ് യാക്കോബിറ്റ്സ്, മർത്തോമ, പിന്നെ ഇവാഞ്ചലിക്കല്, CSI, അത് കഴിഞ്ഞിട്ട് വരെ പ്രൊട്ടസ്റ്റന്റ് ചർച്ചകളല്ല. അതൊരു ഇടത്തരം നിൽക്കുന്നതാണ് ഈ മർത്തോമ. ഇതൊക്കെ എന്റെ ചർച്ചിൽ പോയിട്ട് എനിക്ക് ഇതുവരെ ഭയങ്കര വിശ്വാസത്തിന്റെ ഭയങ്കര കാര്യങ്ങളോ നമ്മളെ അടിച്ചേൽപ്പിക്കുക അങ്ങനെയൊന്നും എനിക്ക് തോന്നിയല്ല. ചർച്ചൊക്കെ ഓക്കെയാണ്. പിന്നെ ഇങ്ങനെ ആൾക്കാരായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കത്തലിക്സിലാണെങ്കിൽ ഇതൊന്നുമില്ല. കാത്തലിക് ആണെങ്കിൽ നിങ്ങൾ സൺഡേ ചർച്ചിൽ അവരെ കണ്ടാൽ മതി. കണ്ടു കഴിഞ്ഞാൽ പൈസ കിട്ടുക, നമുക്ക് പൈസ കിട്ടുക, അത്രേ ഉള്ളൂ. ഒന്നുമില്ല. വേറെ എന്ത് നിങ്ങൾ തന്നെ കാണിച്ചു. അതെ, നിങ്ങൾ യേശു ക്രിസ്തുവിലോ എന്തെങ്കിലും വിശ്വസിച്ചാൽ നിങ്ങൾ സൺഡേ ഒന്ന് പള്ളി വരിക, കുർബാന കൂടുക, എന്തെങ്കിലും ചെയ്യുക, ഒരു പ്രശ്നമില്ല. ഇപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് എന്താണ് ഈ ഒരു ദൈവവിശ്വാസം ഇപ്പം അങ്ങനെയുള്ള? ഒന്നുമില്ല. ഇപ്പം ഏത്തിസാണ്. കാരണം നമ്മൾ മനസ്സിലായി എല്ലാ ഇതിലും തൊട്ടും തലോടിയും ചിലതിലൊക്കെ നല്ല ആഴത്തിലൊക്കെ പോയി. പിന്നെ നമ്മള് ഇതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങൾ പഠനം. പഠിക്കുമായിരുന്നു. പഠനം. കാരണം അതിൽ മെയിന് നമ്മൾ ബൈബിൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ബൈബിളിലെ കോൺട്രാഡിക്ഷൻസും അതിലെ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളും. കാരണം ഞാൻ ഇത് കൺഫ്യൂഷനായി വന്നു കഴിഞ്ഞിട്ട് ഈ മുസ്ലിംസിന്റെ ഇതൊക്കെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ ബൈബിള് വായിക്കാൻ തുടങ്ങി. നമ്മൾ അല്ലാതെ എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. ഓരോ ദിവസം ഒരു വാക്യമൊക്കെ വായിക്കും. എല്ലാവരും വായിക്കണം. അതൊക്കെ നമ്മൾ ഡെയിലി ഉള്ള പരിപാടിയാണ്. ചേച്ചി ഒന്ന് വായിക്കും, ഞാനും വായിക്കും, അമ്മ ഒന്ന് വായിക്കും, ഫാദർ ഒന്ന് വായിക്കും, എന്നിട്ട് പാട്ട് പാടും, പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇത് തുടക്കം തൊട്ടേ നമ്മൾ സ്വയമേ ഒരു പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ് ഇല്ല, ഒന്നുമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ലാതെ വായിച്ചു തുടങ്ങി. ഒരു ബുക്ക് പോലെ നമ്മൾ വായിച്ചു തുടങ്ങി. ഇത് ബുക്ക് പോലെ വായിക്കുമ്പോൾ ഇതിനകത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവണമല്ലോ. വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒന്നുമില്ല. ഇതിനകത്ത് എന്തുള്ള ഒന്നുമില്ല. നമ്മൾ ആ ഒരു വിശ്വാസം, മ- ഒരു ആ വിശ്വാസം മാറ്റി വെച്ചിട്ട് ഈ ഒരു പുസ്തകത്തെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് അതെ വലിയ അതെ അതെ സംഭവമായിട്ട് തോന്നത്തില്ല. അതെ 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 അതെ. ഇതിനകത്ത് ഇപ്പോഴൊക്കെ ഇപ്പോഴും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ പള്ളി പോകാറില്ല. വേറെ ഈ പറഞ്ഞ പോലെ കല്യാണത്തിനോ അതിനോ അല്ലാതെ യൂട്യൂബിലൊക്കെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ മറ്റേ യേശുവിന്റെ സീൻ വരുമ്പോഴത്തേക്കും കഥ മൊത്തം മാറൂലോ. യേശുവിനെ ഭയങ്കര പ്യുവർ സോളാണ്, അങ്ങനെയാണ്, അടിച്ചാല് അടുത്ത കരണം കാണിക്കുക,
നിങ്ങൾ കല്ലെറിയാത്തവർ തന്നെ കല്ലെറിയട്ടെ, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വെച്ചത്. അതിനകത്തൊക്കെ പക്ഷെ ഭയങ്കര വിഷയങ്ങളുണ്ട്. പുള്ളി പറഞ്ഞേക്കുന്ന ഭയങ്കര റേസിസ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പേജ് ബൈ പേജ് വായിച്ച് വായിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ മൊത്തം ഇരുന്ന് വായിച്ചു. ഒരു 2-3 കൊല്ലം കൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ടൈം കിട്ടില്ല, ടൈം കിട്ടുന്ന പോലെ നമ്മൾ വായിച്ച് ഇത് വരുമ്പോഴത്തേക്കും ഇതിന്റെ മൊത്തം പരിപാടികൾ നമുക്ക് മനസ്സിലായി എന്താണ് ഇത് സംഭവം. ഇത് ഒന്നുമില്ല, ഒരു ബുക്ക് പണ്ട് ആരോ എന്തൊക്കെയോ അവിടെ ഇവിടെ ഒക്കെ എഴുതിയൊക്കെ വെച്ചത് ഇവര് ഒരു കഥ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പല ആൾക്കാരും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ചർച്ചയായിട്ടും ഓരോ വിശ്വാസമായിട്ടും ഓരോത് പറയുന്നു. അതിനകത്ത് അവർക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മേ ബി ഒരു 20% ഒക്കെയാണ് നമ്മുടെ എല്ലാ ആരാധനയിലും ഇതെല്ലാം പറയുന്നത്. ബാക്കി ഒന്നും അവർ പറയത്തില്ല. വൈലൻസിനെ പറ്റി ഒന്നും പറയില്ല. പണ്ടത്തെ പുതിയ മറ്റേ പഴയ നിയമത്തിലൊക്കെ ചെയ്ത വൈലൻസിനെ പറ്റി നോക്കിക്കഴിഞ്ഞാല് ഖുറാനൊന്നും ഒന്നുമല്ല. ഖുറാനില് വൈലൻസ് ആണ് മെയിൻ കാര്യം, പക്ഷെ പഴയ നിയമത്തിലെ വൈലൻസ് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല. ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവന്റെ തല വിട്ട് അവനെ കരടീനെ കൊണ്ട് കടിച്ചു കൊല്ലുക, അത് ചെയ്യുക ഇത് ചെയ്യാന്ന് പറയുന്ന ദൈവമാണ് യഹോവ. ഏഹ് ഓ- ഇത് തുടക്കത്തിലേ പുറപ്പാട് തന്നെ വായിച്ചു കഴിഞ്ഞാല് പുറപ്പാട് ഉൽപ്പത്തി വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കിളി പോകും. അങ്ങനത്തെ ഒരു ബുക്കാണ് ഇത്. അപ്പൊ ഇതിനൊരു വിശുദ്ധി, ഒരു ദൈവതത്വമല്ല, ഒന്നുമല്ല. അപ്പൊ അതാണ് സ്റ്റാൻഡ്. അത് നമ്മൾ വായിച്ചും ഇങ്ങനെ ഓരോ എക്സ്പീരിയൻസിലൂടെയും കടന്നു വന്ന് ഒരു ഫൈനൽ കൺക്ലൂഷൻ എത്തി. ഇപ്പം ഒരു 4 കൊല്ലം ഒക്കെ ആയിട്ട് ഒന്നുമില്ല. വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒന്നിനും വിശ്വാസമില്ല, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാർ പിന്നെ അവരവരുടെ എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമ്മളായിട്ട് ആരെയും ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യാൻ നോക്കുന്നില്ല. നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് തർക്കിക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഓരോന്ന് പറയും. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങളൊക്കെ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഞാൻ ഇത് തുടങ്ങിയത് ഈ ഇസ്ലാമിനെ പറ്റി പഠിക്കാനായിട്ട് ആരിഫ് ഹുസൈന്റെ വീഡിയോ കണ്ടു തുടങ്ങിയതാണ്. കുറെ നാൾ ആ. മുമ്പ് ആരിഫിനൊക്കെ നല്ല തുടങ്ങിയ സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാനായിട്ടാണ് ഈ വീഡിയോകൾ കണ്ടു തുടങ്ങിയത്. ഇങ്ങനത്തെ അല്ലാതെ നമ്മള് ഇത് ഇങ്ങനത്തെ ഡിസ്കഷൻസോ കാര്യങ്ങളൊന്നും കണ്ടായിരുന്നു. അപ്പം ആരിഫിന്റെ തുടങ്ങി, പിന്നെ ലിയാക്കത്തിന്റെ, പിന്നെ പല പല ഇത് വന്നു. പിന്നെ പല പാസ്റ്റർമാരെ മറ്റേ അനിൽ അനിൽ കാവാലം, അങ്ങനത്തെ കുറേ പാസ്റ്റർമാരുടെ ഒക്കെ ഇതൊക്കെ നമ്മൾ അൽഗോരിതം അനുസരിച്ച് വരും. നമ്മൾ സെർച്ച് ചെയ്യാതെ തന്നെ ഇങ്ങനെ വരുമല്ലോ. അങ്ങനെയാണ് ലാസ്റ്റ് ബ്രോയുടെ വീഡിയോയിൽ വരെ എത്തിയത്. ബ്രോയുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക്, കാരണം അന്ന് വരെ ഈ മുസ്ലിംസിനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന കുറേ ചാനൽസ് ഉണ്ട്. ബാക്കി പെന്തക്കോസ്തലോ ക്രിസ്ത്യൻസോ അതിനെപ്പറ്റി ഒന്നും, കാരണം അതിലെല്ലാം ഓക്കെയാണ്, അത് വല്ല തീവ്രതയൊന്നും ഇല്ല, വലിയ വിഷയങ്ങളില്ലാതെ പോകുന്ന ഒരു മതം പോലെയാണല്ലോ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. അങ്ങനെ ആയിരുന്നു. പക്ഷെ ഈ പെന്തിക്കോസൊക്കെ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത് എനിക്ക് അതിനകത്ത് ഉള്ളിൽ നിന്ന് കാണാത്തതുകൊണ്ട് എനിക്ക് അത്ര അറിയില്ല. എൻ്റെ സൈഡിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ബോർഡൊക്കെ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് അതിന്റെ ഇന്റൻസിറ്റി കാര്യങ്ങളും അതിന്റെ പുറകെയുള്ള കാര്യങ്ങളും, പിന്നെ അത് വെച്ചിട്ട് നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴൊക്കെയാണ് അതിന്റെ ഒരു അന്ന് അത് എന്തുകൊണ്ട് നടന്നു, അവരെന്തുകൊണ്ട് പെരുമാറി, അത് എന്ത് പറഞ്ഞു എന്നൊക്കെ നമുക്ക് പിന്നീട് ഇപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ആ രീതിയിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ബോർഡ്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്. കാരണം ചാനൽ കണ്ട് വന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. ഞാനൊരു 2 മാസം മുന്നെയാണ് കണ്ട് ഫസ്റ്റ് തുടങ്ങുന്നത്. പിന്നെ ഈ കുത്തിരുന്നിട്ട്, കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. വണ്ടി ഓടിക്കലാണ് മെയിൻ പരിപാടി. വണ്ടി ഓടിച്ചിട്ട് ആ. പുറത്ത് പോകും. അപ്പം ഡ്രൈവിംഗിലേക്ക് ഇങ്ങനെ സമയം കിട്ടും. ഒറ്റയ്ക്കാണ്, വണ്ടിയിലാണ്. അപ്പം എന്തെങ്കിലും കേൾക്കണമെന്ന് വെച്ചിട്ട് അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടിട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്കും നല്ല രസമാണ് കാര്യങ്ങൾക്ക് നമുക്ക് അറിയാനും പറ്റും. അങ്ങനെ അതെ. അതേപോലെ തന്നെ ഈ നരകത്തിന്റെ കാര്യം പറഞ്ഞ അതിന്റെ ആണെങ്കിലും ഒരു സീരീസ് ആയിട്ട് നമ്മുടെ സത്വം ഉം. അറിയായിരിക്കും, കണ്ടിട്ടുണ്ടെങ്കിൽ ആ ആ സത്വത്തിന്റെ ചാനൽ തന്നെ. സത്യത്തിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ പിന്നെ കുറെ കണ്ടു, ഇഷ്ടംപോലെ കണ്ടു. അതെ. കൂടെ കുറെ കൂടെ ഭയങ്കര ഇൻഡെപ്തിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. ഈ ഹിസ്റ്ററിക്കൽ, തിയോളജിക്കൽ എല്ലാ കാര്യവും. ഇപ്പൊ നരകത്തെ കുറിച്ചൊക്കെ എനിക്ക് പോലും അത്ര അറിയത്തില്ല. ഈ പുള്ളിക്കാരൻ പറഞ്ഞപ്പോഴാണോ ഇത്രയും ഡെപ്തിലായിട്ട് ഇത്രയും കാലയളവ് കൊണ്ട് ഇങ്ങനെ പരിണമിച്ചു വന്നൊരു സാധനമാണല്ലോ എന്നൊക്കെ നമ്മൾ തന്നെ അറിയുന്നത്. അപ്പം അത്രയും ഒരു ക്രിറ്റിസിസം വന്നിട്ടില്ല ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷെ ഇപ്പം അങ്ങനെ കൊണ്ടുവരണം എന്ന് താല്പര്യപ്പെടുന്നു. അപ്പൊ ഞാൻ എല്ലാവരോടും, വിളിക്കുന്ന ആൾക്കാരോടെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ആ ഒരു വിശ്വാസിയായിരുന്ന സമയത്തും ഇപ്പോഴും അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഈ മതങ്ങളുടെ ഭാഗത്തിൽ നിന്നെന്ന് കേട്ടതിൽ നിന്ന് മനസ്സിലായി. എങ്കിലും ആ ഒരു വിശ്വാസിയായിരുന്ന, ഇപ്പൊ വിശ്വാസി അല്ലാതായപ്പം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ മതവിശ്വാസികൾ പറയുന്ന പോലെ വിശ്വാസം ഇല്ലെങ്കിൽ നശിച്ചു പോകുന്ന, നരകത്തിൽ പോകുന്ന, മനസമാധാനം ഇല്ലാത്ത, ദൈവിക സമാധാനം എന്നൊക്കെ ഇവര് പറയുമല്ലോ. അപ്പൊ എന്താണ് ഇപ്പോഴത്തെയും അല്ല അന്നേരത്തെ ഒരു അല്ല അത് ഈ മതവിശ്വാസികളും ഈ വിശ്വാസികൾ ആ സമാധാനം ഉണ്ടാവില്ല, അത് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. കാരണം ഈ വിശ്വാസികളും മതവിശ്വാസികളും എല്ലാവരും ഈ സമാധാനം എന്ന് പറയുന്നത് അവർ ഡിഫൈൻ ചെയ്യുന്ന സമാധാനം അവരുടെ ദൈവത്തിലും അവരുടെ മതത്തിലും
അവരെ ചർച്ചിലും ഒതുങ്ങിക്കുന്ന സമാധാനമാണ്. അതിന് പുറത്തുള്ള സമാധാനം എന്താണെന്ന് അവർക്ക് അറിയില്ല. നമ്മൾ ആരെയും ഒരു ശല്യം ഇല്ലാതെ ഒരു ഉപദ്രവത്തിനും പോവാതെ നല്ല കാര്യം ചെയ്ത് ജീവിക്കുന്ന, അതാണല്ലോ ബേസിക്കലി സമാധാനം. നമുക്കും നല്ലത് വരണം, ബാക്കി എല്ലാവർക്കും നല്ലത് വരണം എന്നുള്ള ഒരു സമാധാനത്തിന്റെ പുറത്താണല്ലോ അത്. അങ്ങനെയല്ല വേണ്ടത്. അവരെ സമാധാനം വെച്ച് കഴിഞ്ഞാല് അത് അങ്ങനെയേ അല്ല. അവർക്ക് ഈ അവരുടെ മതത്തിലല്ലാത്ത എല്ലാവരെയും തീ വിഴുങ്ങണം, ആ ഒരു അന്ധകാരത്തിൽ പോകണം, അങ്ങനെ ആവണം എന്നുള്ളതാണ് അവരുടെ സമാധാനം. ആ സമാധാനം എനിക്കില്ല. എനിക്കിപ്പോ ഉള്ളത് നല്ല സമാധാനമാണ്. നല്ല രീതിയിൽ ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലത്തെ എല്ലാം സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ വെച്ചിട്ടുള്ള ചില ഇതുണ്ട്. പള്ളിയിൽ പോകുന്നില്ല, അത് വളരെ നമ്മുടെ ചർച്ചും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. വീട്ടിൽ നിന്ന് എപ്പോഴും അമ്മയും ചേച്ചിയും എല്ലാവരും പള്ളിയിൽ പോകുന്നു പറയുന്നുണ്ടെന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സമാധാനത്തിന് ഒരു കുറവില്ല. നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, സ്വസ്ഥതയാണ് ഇപ്പം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾക്കിപ്പോ ഒരു സമ്മാനം കിട്ടുന്നതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യുവാണെങ്കിൽ നമ്മൾ സമ്മാനത്തിന് വേണ്ടിയിട്ടാണ് നന്മ ചെയ്യുന്നത്. ഒരു സമ്മാനവും Yes, ഇല്ലാതെ yes, നമ്മൾ yes, yes. നന്മ ചെയ്യുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ക്വാളിറ്റി. ഇപ്പം അതെ അതെ അതെ. നരകത്തെ നമ്മൾ പേടിച്ചോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ ചെയ്യുന്നതിലും, ഒന്നും ഇല്ലാതിരുന്നിട്ടും, ഒരു നരകവും ഇല്ല, ദൈവവും ഇല്ല, ഒന്നുമില്ല എന്ന് വെച്ചിട്ടും മറ്റൊരു മനുഷ്യനെ ദ്രോഹിക്കാതെ മറ്റൊരു മനുഷ്യന് നമ്മളാലാകുന്ന സഹായം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ആരാണ് അവിടെ മെച്ചപ്പെട്ടതെന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. അതെ 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 അതെ. അത് ഈ പല പല വിശ്വാസികൾക്കുള്ള ഒരു കാര്യമാണ്. കാരണം ഈ വിശ്വാസത്തിൽ നിന്നോ മതത്തിൽ നിന്നോ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊറാലിറ്റി ഉണ്ടാവില്ല. അതിന്റെ നമുക്ക് ഒരു ഗൈഡ് ചെയ്യാനായിട്ട് ഒരു ബുക്ക് ഉണ്ടാവില്ല, ഒരു മാനുവൽ ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളത്. അതൊക്കെ വളരെ വളരെ എന്താ പറയാ, ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ആവശ്യമായിട്ടാണ്. ആ നമ്മള് നമ്മളൊരു മനുഷ്യത്വം എന്നുള്ള കാര്യം എല്ലാവർക്കും ഉണ്ട്. അത് ഈ ഓരോ മതത്തിലും ഇതിലും വെച്ചിട്ട് പലർക്കും പല രീതിയിലാണെന്നേ ഉള്ളൂ. മതത്തിലുള്ളവർക്ക് അവരോട് തന്നെ ഉണ്ടാവുള്ളൂ മനുഷ്യത്വം. അല്ലെങ്കിൽ അങ്ങനെയുള്ള വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ വീട്ടുകാരോട് മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ സ്വന്തം ജില്ലയിലുള്ളവരുണ്ടാവും, സ്വന്തം പഞ്ചായത്തിലുള്ളവരുണ്ടാവും, മതത്തിലുള്ള അങ്ങനെ ഉണ്ടാവും. സ്വന്തം രാജ്യക്കാരോട് മാത്രമായിട്ടൊരു മനുഷ്യത്വം, അതിന്റെ പുറത്തൊരു മനുഷ്യത്വം. അങ്ങനെയല്ലല്ലോ ഇത്. നമ്മള് എല്ലാവരും മനുഷ്യന്മാരാണ്. ആരും ആരും ഉപദ്രവിക്കാതിരിക്കുക, ആരും അങ്ങോട്ടും ഉപദ്രവിക്കാതെ ഇങ്ങോട്ടും ഉപദ്രവിക്കാതെ സമാധാനത്തോടെ ഏതായാലും പോയി. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബുക്കും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ഇതിലുള്ളതാണ്. നമ്മുടെ പണ്ട് തൊട്ടേ നമ്മുടെ ഇവോല്യൂഷനും കാര്യങ്ങളിലും ഒക്കെ ഒന്ന് നമ്മുടെ ബ്രെയിനാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ബുക്കിന്റെ എന്തെങ്കിലും കാര്യമില്ല. വളരെ ബേസിക് ആയിട്ട് വളരെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ജീവിക്കുന്നു ഇപ്പൊ നിലവിൽ. നല്ല സമാധാനവും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ഓക്കെ എങ്കില് താങ്ക് യു സോ മച്ച്.